ഹായ് ഹലോ വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. ഓക്കെ, എൻ്റെ പേര് അഭിജിത്ത് എടോനി എന്നാണ്. സൈലത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാക്കൽറ്റിയാണ്. നമുക്കറിയാം എല്ലാവരും തകൃതിയായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിലിംസ് എക്സാമിൻ്റെ അല്ലേ LGS ലെവൽ 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സുമായി വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞിരിക്കുന്ന വർഷങ്ങളിൽ അടുത്ത റീസെൻ്റ്ലി നടന്നിരിക്കുന്ന വർഷങ്ങളിലായിട്ട് PSC കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും എത്രത്തോളം ഏതെല്ലാം രീതിയിലാണ് പ്രിലിംസ് എക്സാമുകൾക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നതെന്നും ആ ചോദ്യങ്ങൾ എങ്ങനെ എത്രയും പെട്ടെന്ന് പഠിച്ചെടുത്തിട്ട് നമുക്ക് 10 മാർക്കിനാണ് ഭരണഘടനയിൽ നിന്ന് ചോദിക്കുന്നത്, ആ 10 മാർക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഓക്കെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമുക്ക് 10 മാർക്കാണ്. ആ 10 മാർക്ക് എന്ന് പറയുന്നത് വലിയ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നതല്ല. നമുക്കറിയാലോ ഇതൊരു പ്രിലിംസ് എക്സാമാണ്. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് LGS പോലുള്ള ഒരു എക്സാമിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 10th ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോട്ട് വരുന്ന ഒരു LGS എക്സാമിൻ്റെ പ്രിലിംസ് എക്സാമാണ്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ PSC ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ടഫായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു രീതിയല്ല പ്രിലിംസ് എക്സാമുകൾക്ക് ഉണ്ടാവാറുള്ളത്. ഇത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഒരുപാട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. ആ സ്റ്റേറ്റ് വൈഡ് പോലെയുള്ള ഒരു എക്സാമിനകത്ത് ഒരുപാട് അപേക്ഷകരുണ്ടാവും. അപ്പോൾ അതിൽ PSCയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്ന അല്ലെ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ബേസിക് കാര്യങ്ങളെങ്കിലും അറിയുന്ന ആളുകളെ മെയിൻസ് എക്സാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകളെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന എക്സാമാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള വലിയ കണ്ടന്റ് ഒന്നും പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം PSCയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പോലും അറിവുള്ള ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ക്രാക്ക് ചെയ്യാം, ഇത് പ്രിലിംസ് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മാത്രമല്ല പ്രിലിംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ 1ാം റാങ്ക് മേടിക്കുക അല്ലെങ്കിൽ 90 മാർക്ക് മേടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമില്ല. നമ്മുടെ PSC വെക്കുന്ന ഒരു കട്ട് ഓഫ് കടന്നിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് മെയിൻസ് എക്സാം എഴുതാനുള്ള ഒരു അർഹത നേടിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയിൽ നിന്നുള്ള 10 മാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാവുന്ന ഒരു ഏരിയയാണ്. വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെക്കാവുന്ന ബേസിക് ഫാക്റ്റുകൾ മാത്രം പഠിച്ചാൽ പോലും നമുക്ക് കീഴടക്കാൻ പറ്റുന്ന 10 മാർക്കുകളാണ് നമ്മുടെ ഭരണഘടനയിൽ നിന്നുള്ളത്. അത് കൃത്യമായിട്ട് ഇന്നത്തെ ഒരു ക്ലാസ് ഫോളോ ചെയ്ത് പോയാൽ തന്നെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് 10 മാർക്കും ഇവിടെ തന്നെ എന്തുണ്ടാവും, ഉറപ്പായിട്ട് കിട്ടും. കാരണം ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ് ഇപ്പം 2021 മുതൽ ഇങ്ങോട്ട് 2025 വരെ നടന്നിട്ടുള്ള എല്ലാ 10th ലെവൽ പ്രിലിംസ് എക്സാമുകൾക്കും ഒരേ പാറ്റേണാണ്. മനസ്സിലാവും. ആകെ 1-2 എക്സാമിന് മാത്രമാണ് കുറച്ചുകൂടി ഹൈ ലെവൽ ടഫസ്റ്റ് എക്സാമിലേക്ക് പോയത്. അതിനൊക്കെ വളരെ രീതിയിൽ കട്ട് ഓഫ് കുറവായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ബേസിക് കണ്ടന്റുകൾ മാത്രമേ വരാറുള്ളൂ. മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് അടിച്ച് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് വാല്യൂബിൾ ഉള്ള അല്ലെങ്കിൽ വാല്യൂസ് വരുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് പ്രിലിംസ് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതെല്ലാം ഭാഗത്തു നിന്നാണ് ഇത് ചോദിക്കുന്നത്, എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്തെടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക, ആ 10 മാർക്കും സേഫ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 10 മാർക്ക് എന്ന് ഞാൻ പറഞ്ഞു. ആ 10 മാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രിലിംസ് എക്സാമിന് ചോദിക്കുന്ന ഒരു 10 മാർക്കിൻ്റെ ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട് PSC. ആ സിലബസ് പ്രകാരം നമുക്ക് ഇവിടുന്ന് ചോദിക്കുന്ന എന്തൊക്കെയാണ്, ഇവിടുന്ന് നമുക്ക് വരാനുള്ളത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലേ. ഓക്കെ, അതായത് മൗലിക അവകാശവും അതുപോലെ തന്നെ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ദേശീയ ചിഹ്നങ്ങൾ, അതായത് ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം പോലെയുള്ള ആ ഒരു പാറ്റേണിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ, രാജ്യവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ അത് കൂടാതെ നമുക്കിവിടെ പഠിക്കേണ്ടത് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷൻ എന്നിവയുടെ സംബന്ധിച്ച ബേസിക് ആയിട്ടുള്ള അറിവുകളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 10 മാർക്ക് നേടാം. അപ്പോൾ വളരെ ചെറിയൊരു സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൗരൻ്റെ അവകാശങ്ങൾ, ഭരണഘടനയിൽ നിന്ന് നമുക്ക് എല്ലാ ഭരണഘടനാ ഫാക്റ്റുകളും പഠിക്കാനില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ആ മൗലികാവകാശം കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതല്ല, അതിനെക്കുറിച്ചൊരു സാധാരണ നമുക്കൊരു PSC എക്സാം പോകുന്ന ഒരാൾക്ക് മിനിമം അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ. ദെൻ കടമകൾ, മൗലിക കടമകൾ എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഭാഗം, ആ ഒരു ഭാഗത്തു നിന്നുള്ള ഭാഗമാണ് അല്ലേ. അപ്പം പിന്നെ ദേശീയ ചിഹ്നങ്ങളുണ്ട്, ഗാനം, ഗീതം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതും വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് നടന്നിരിക്കുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, പഠിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കാം, ഓരോ തവണയായിട്ട് ചോദിച്ചിരിക്കുന്ന 2025 തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് ചോദ്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ദേശീയ ഗീതമായിട്ടുള്ള
വന്ദേ മാതരത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്. നിങ്ങൾ കണ്ടോ 145/2025 എന്ന് പറയുന്നത് 2025 നടന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ പ്രിലിംസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അതെന്തിനെ കുറിച്ചാണ്? ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനെ കുറിച്ചാണ്. അപ്പോൾ ദേശീയ കാര്യം എന്ന് പറയുന്ന ഒരു ഭാഗമില്ലേ, അവിടുന്ന് കൃത്യമായിട്ട് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ വരാറുള്ളത് ആ ഒരു പാറ്റേണിലുള്ള ആ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കിയേ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മനസ്സിലായി ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ വന്ദേ മാതരം ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇത് വന്ദേ മാതരം എന്ന് പറയുന്നത്. ഈ വന്ദേ മാതരം എഴുതിയിരിക്കുന്നത് അറിയാലോ, നമുക്കറിയാം. വന്ദേ മാതരം എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അല്ലേ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, അപ്പോൾ ആ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന ബംഗാളി കവി അത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയായിട്ടുള്ള ഒരു നോവലായിരുന്ന ആനന്ദമഠം അല്ലേ, ആനന്ദമഠം എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്നാണ്, നോവലിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? നമ്മുടെ ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഭാഗം എടുത്തിരിക്കുന്നത്. അതൊരു ബംഗാളി ഭാഷയിൽ എഴുതിയ കവിതയാണ്, ബംഗാളി ഭാഷയിലാണ്. ആദ്യ കാലഘട്ടത്തിൽ സംസ്കൃത കൃതിയാണ് ആനന്ദമഠം എന്നുള്ളത് കൊണ്ട് വന്ദേ മാതരവും സംസ്കൃത ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു കോടതി വിധിയൊക്കെ വന്നതിൻ്റെ ഭാഗമായി വന്ദേ മാതരം ഇപ്പോൾ എന്ത് ഭാഷയെന്ന് തന്നെയാണ് പറയുന്നത്? ബംഗാളി ഭാഷയിലാണെന്നാണ് പറയുന്നതും അത് PSC ചോദിച്ചിട്ട് ആൻസറായി കൊടുത്തിരിക്കുന്നതും. ദെൻ അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വന്ദേ മാതരം എന്ന് പറയുന്നത് എന്താണ്? ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ ആലപിച്ചത് നമുക്കറിയാം 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് ആലപിച്ചത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു റഹ്മത്തുള്ള സയാനി. ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. റഹ്മത്തുള്ള സയാനി എന്ന് പറയുന്നത്, റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായിട്ടുള്ള 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എന്ത് അവതരിപ്പിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന വന്ദേ മാതരം ആലപിച്ചത്. അന്ന് അത് അവിടെ വെച്ച് ആലപിച്ച വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ടാഗോർ. അന്ന് അത് അവതരിപ്പിച്ചത് ടാഗോർ ആയിരുന്നു. മനസ്സിലായോ? ടാഗോറാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമായിട്ട് റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായ 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ആലപിക്കുന്നത്. ഓക്കെ, അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള ബംഗാളി ഭാഷയിലുള്ള ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ആണ്. ഓക്കെ, പിന്നീട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വന്ദേ മാതരം ഇല്ലേ, ഈ വന്ദേ മാതരത്തിന് കൃത്യമായ സംഗീതം കൊടുത്തിരിക്കുന്നത് ദേശരാഗത്തിനകത്ത്, ദേശരാഗം എന്ന് പറയുന്ന രാഗത്തിനകത്താണ് നമ്മുടെ വന്ദേ മാതരത്തിന് സംഗീതം കൊടുത്തിരിക്കുന്നത്. അത് ജാദുനാഥ് ഭട്ടാചാര്യാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ജാദുനാഥ് ഭട്ടാചാര്യ. ഓക്കെ, ഈ ജാദുനാഥ് ഭട്ടാചാര്യ സംഗീതം കൊടുത്തിരിക്കുന്ന ആ ഒരു വന്ദേ മാതരമാണ് ആദ്യം ആരംഗീകരിച്ചത്? ഭരണഘടന അംഗീകരിച്ചത്. നമ്മുടെ ദേശീയ ഗീതമായിട്ട് ആരാണ് അംഗീകരിച്ചത്? ഇതിനെ ഭരണഘടനയാണ് അംഗീകരിച്ചത്. ആ ഭരണഘടന ഇത് അംഗീകരിക്കുന്നത് 1950 ജനുവരി 24 നടന്നിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഏറ്റവും അവസാന മീറ്റിംഗിൽ വെച്ചിട്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെയും ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തിനെയും അംഗീകരിക്കുന്നത്. തുല്യ പദവി കൊടുത്തുകൊണ്ടാണ് അന്ന് ഭരണഘടനാ നിർമ്മാണ സഭ ഈ പറഞ്ഞിരിക്കുന്ന വന്ദേ മാതരത്തിനെയും ജനഗണമനയെയും ദേശീയ ഗാനമായിട്ടും ദേശീയ ഗീതമായിട്ടും അംഗീകരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അന്ന് അവർ അംഗീകരിച്ചപ്പോൾ അതിന് 65 സെക്കൻഡ് ആയിരുന്നു. 65 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വന്ദേ മാതരമായിരുന്നു അംഗീകരിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. എന്നാൽ റീസെന്റ് നമുക്കറിയാലോ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. ആ വന്ദേ മാതരത്തിനകത്ത് ചെറിയൊരു മാറ്റം അതിൻ്റെ ആലാപനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയം ഒരു സർക്കുലർ 2026 ഫെബ്രുവരിയിൽ ഇറക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പുതിയ നിയമപ്രകാരം 3 മിനിറ്റും 10 സെക്കൻഡും ഉൾപ്പെടുന്ന 3 മിനിറ്റും 10 സെക്കൻഡും ഉൾക്കൊള്ളുന്ന വന്ദേ മാതരത്തിന്റെ പൂർണ്ണ ഭാഗം, അതായത് 6 സ്റ്റാൻസയുള്ള പൂർണ്ണ രൂപം അവതരിപ്പിക്കണമെന്നാണ് പുതിയ സർക്കുലർ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ആദ്യം 65 സെക്കൻഡ് ഉള്ളതായിരുന്നു ആരംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അതിൽ പിന്നീട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മാറ്റം വരുത്തിയിരിക്കുന്നതാണ്. 3 മിനിറ്റും 10 സെക്കൻഡും ഉള്ള വന്ദേ മാതരമാണ് നമ്മൾ ആലപിക്കേണ്ടത്. മാത്രമല്ല ഒരു ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ പങ്കെടുക്കുന്ന പൊതു ചടങ്ങുകളിൽ നിർബന്ധമായിട്ട് എന്താ അവതരിപ്പിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന വന്ദേ മാതരം അവതരിപ്പിച്ചിരിക്കണം. ഇനി ദേശീയ ഗാനവും ദേശീയഗീതമായ വന്ദേ മാതരവും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഒരു വേളയിൽ രണ്ടും ആലപിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു വേദിയാണെങ്കിൽ അവിടെ ആദ്യം എന്താ അവതരിപ്പിക്കണം? വന്ദേ മാതരം അവതരിപ്പിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഈ ഒരു എന്തിൽ പറഞ്ഞിട്ടുണ്ട്? പുതിയതായിട്ട് വന്നിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? പൊതുവേദിയിൽ ആദ്യമായിട്ട് ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചിരിക്കുന്നത്. ക്ലിയർ ആണേ? വളരെ ബേസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? അപ്പം നോക്കിയേ, അടുത്തതായിട്ട് വരേണ്ടത് ഇന്ത്യൻ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട, വീണ്ടും ദേശീയ ചിഹ്നത്തിലേക്ക് പോയി. അപ്പോൾ ദേശീയ ഗാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനി ദേശീയ ചിഹ്നമാണ്. നമ്മുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് നമ്മുടെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന സിംഹമുദ്രയാണ്. അശോക സ്തംഭത്തിൽ നിന്നുള്ള സിംഹമുദ്രയാണ് നമ്മുടെ ദേശീയ ചിഹ്നമായിട്ട് പറയുന്നത്. അപ്പോൾ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പ്രസ്താവന രീതിയിലാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്രസ്താവനയാണ്, ശ്രദ്ധിക്കണം. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ലേഖനം ചെയ്തിരിക്കുന്നു. ശരിയാണ്. നമ്മുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്? നമ്മുടെ ഉത്തർപ്രദേശിലെ സാരാനാഥിൽ നിന്നെടുത്തിരിക്കുന്ന അശോക സ്തംഭത്തിൽ നിന്നെടുത്ത എന്താണ്? സിംഹമുദ്രയാണ് അല്ലേ? സിംഹമുദ്രയാണ് നമ്മുടെ ദേശീയ ചിഹ്നമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ദേശീയ ചിഹ്നമായിട്ടുള്ള സിംഹമുദ്രയിൽ ശ്രദ്ധിക്കുക, അവിടെ 4 മൃഗങ്ങളുണ്ട് ആ സിംഹമുദ്രയിൽ. നിങ്ങൾ ആദ്യം കാണുന്ന 4 സിംഹങ്ങൾ ഇങ്ങനെ കാണുന്നില്ലേ? ആ 4 സിംഹം കൂടാതെ താഴെ ഒരു സിംഹമുണ്ട്. ടോട്ടൽ 5 സിംഹമുണ്ട്. അതുകൂടാതെ 4 മൃഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന സിംഹമുദ്രയിലുള്ളത്. സിംഹമുദ്രയിൽ എന്തായാലും സിംഹം ഉണ്ടാവും. ആന, കുതിര, കാള എന്നിങ്ങനെ 4 മൃഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന സിംഹമുദ്രയിലുള്ളത്. കടുവ, നമ്മുടെ ദേശീയ മൃഗമായി പറയുന്ന കടുവ എന്തിലില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ദേശീയ ചിഹ്നമായിട്ടുള്ള സിംഹമുദ്രയിലില്ല. അപ്പോൾ ആ സിംഹം, ആന, കുതിര, കാള എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്ന 4 മൃഗങ്ങളാണ് ആ സിംഹമുദ്രയിലുള്ളത് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ല ഇങ്ങനെ 4 ഭാഗത്തായിട്ടുള്ള? വേണ്ട, ഞാൻ വരച്ചാൽ അത് അലമ്പായി പോവും. ഓക്കെ, ഇങ്ങനെ 4 ഭാഗത്തായിട്ട് കിടക്കുന്ന 3 ഭാഗമായിട്ടെങ്കിലും നിങ്ങൾ കാണുന്നില്ല, ഇങ്ങനെ ഫ്രണ്ടിലേക്കും കൂടി കാണുന്ന ഒരു ദേശീയ മുദ്രയില്ലേ? അത് സിംഹാട്ടോ, പ്രത്യേകിച്ച് സിംഹമായിട്ട് കരുതിയാൽ മതി. അപ്പോൾ അതുകൂടാതെ ബാക്കിലേക്ക് ഒരു സിംഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു അശോക ചക്രമുണ്ട്. അശോക ചക്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സത്യമേവ ജയതേ എന്ന് കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? സത്യമേവ ജയത എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സത്യമേവ ജയത എന്ന് എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ഏത് ഉപനിഷത്താണ്? മുണ്ടകോപ ഉപനിഷത്തിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? സത്യമേവ ജയത എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം എടുത്തിരിക്കുന്നത്. അത് എഴുതി വച്ചിരിക്കുന്ന ലിപി എന്ന് പറയുന്നത് ദേവനാഗിരി ലിപിയാണ്. ദേവനാഗിരി ലിപിയിൽ മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന സത്യമേവ ജയത എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് എവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്? നമ്മുടെ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ദേശീയ ചിഹ്നമായിട്ട് ആര് അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. അത് അംഗീകരിച്ചത് 1950 ജനുവരി 26 അതായത് നമ്മുടെ ഭരണഘടന വന്ന ദിവസമാണ് നമ്മുടെ ദേശീയ ചിഹ്നമായിട്ട് എന്തിനെ അംഗീകരിച്ചിരിക്കുന്നത്? സിംഹമുദ്രയും അംഗീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത്. ഓക്കെ, സത്യമേവ ജയത എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. ശരിയല്ലേ? അത് ശരിയാണ്, വളരെ ശരിയാണ്. then അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? അടുത്തത് സിംഹം, കാള, കുതിര, ആന. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം നമ്മൾ വിചാരിക്കുക എന്താണ്? പടച്ചോനെ, ഈ പറഞ്ഞിരിക്കുന്ന സിംഹം മാത്രമാണ് സിംഹമുദ്രയിലെന്ന് വിചാരിക്കരുത്. സിംഹം, ആന, കുതിര, കാള എന്ന് പറയുന്ന മറ്റ് 4 മൃഗങ്ങളും കൂടി ഈ 4 മൃഗങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ സിംഹമുദ്ര എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ അത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞുതരാം, ഞാനിത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കൂടി പറഞ്ഞുതരാം. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത്. അത് ശരിയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ഞാനിപ്പോൾ വായിച്ചതുപോലെ ഓരോ പ്രസ്താവനയും വായിച്ച് എല്ലാം ശരിയാണ്, തെറ്റാണ്, ശരിയാണെന്നുള്ള രീതിയിലായിരിക്കും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നിങ്ങൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരു കാരണവശാലും എല്ലാ പ്രസ്താവനകളും വായിച്ചുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നത് മനസ്സിലാക്കിയത് കൊണ്ട് ചെയ്യേണ്ടതല്ല. ചില പ്രസ്താവന രീതി, ചിലതല്ല, ഒരു 90% പ്രസ്താവന ചോദ്യങ്ങളും ആദ്യത്തെ 1-2 പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അല്ലാത്തതും ഉണ്ടാവും, 4 പ്രസ്താവന വായിക്കേണ്ട ചോദ്യങ്ങളും ഉണ്ടാവും. എന്നാൽ കൂടുതലും 1-2 പ്രസ്താവന വായിച്ചാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതായിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ എന്താണ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷനിൽ എന്തുണ്ടാവാൻ പാടുള്ളൂ? തെറ്റായ പ്രസ്താവന ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം സത്യമേവ ജയതേ എന്ന് മുണ്ടകോശത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ അത് ശരിയാണ്. അപ്പോൾ ഒന്ന് തെറ്റാന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാലോ, അത് ഒഴിവാക്കി.
ഒന്നുള്ളതൊക്കെ ഒഴിവാക്കി, കാരണം ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി. രണ്ടാമത്തേത് സിംഹം, കാള, കുതിര, ആന. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണല്ലോ. അപ്പോൾ അത് തെറ്റാന്ന് പറയുന്നത് ഒഴിവാക്കാം. അപ്പോൾ രണ്ടും ഒഴിവാക്കാമല്ലോ അല്ലേ? അത് ശരിയല്ലേ? അപ്പോൾ ഏത് മാത്രമാണ് തെറ്റ്? ഏത് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്? 3 മാത്രം എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലേ ഇനി ഉള്ളൂ. ഇനി 3, 4 നമ്മൾ വായിച്ചിട്ട് പോലും ഇല്ല. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് പോലും നമ്മൾ വായിച്ചിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എങ്ങോട്ട് എത്തേണ്ടത്? നമ്മുടെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ലെവൽ ഓഫ് LGS ലെവൽ ഓഫ് എക്സാമുകൾക്ക് നമ്മൾ കൈകാര്യം ചെയ്യണം. കാരണം ഇങ്ങനെ തന്നെയായിരിക്കും മിക്കവാറുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ സ്ട്രക്ചറോടുകൂടി അല്ലെങ്കിൽ കൃത്യമായ ഫോക്കസോടുകൂടി പോയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ LGSന്റെ മെയിൻസും ക്രാക്ക് ചെയ്യാം. ഏത് ലെവൽ എക്സാം ആയാലും ക്രാക്ക് ചെയ്യാം. അത് ഓരോ എക്സാമിൻ്റെയും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കണം. ഓരോ എക്സാമിനെയും എങ്ങനെയാണ് PSC ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ചോദ്യങ്ങൾ വിലയിരുത്തി ക്വസ്റ്റ്യൻസ് എഴുതാൻ കൂടി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? അവിടെ കൃത്യമായ ആ 1.25 മണിക്കൂറിൽ കൃത്യമായ അവലോകനം ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലിസ്റ്റിലേക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെയുള്ള കൃത്യമായ സ്റ്റഡി പാറ്റേൺ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. അതൊക്കെയാണ് നമ്മുടെ ബാച്ചുകളിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ബാച്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയതായിട്ട് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടി ചെറിയൊരു പരസ്യം കൂടി ആവുമല്ലോ. അപ്പോൾ അത് നോക്കിക്കോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. പുതിയ LDC നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2027 നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം LDC എക്സാം. ആ LDC എക്സാമിൻ്റെ ബാച്ച് ഓൾറെഡി ജൂൺ 17 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ VLGS, വേരിയസ് LGS എന്ന് പറയുന്നത് 2027 നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്. ആ എക്സാമിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 29 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. 1699 രൂപയോട് കൂടി നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം. പിന്നീട് ഡിഗ്രി പ്രിലിംസ് ബാച്ച്, ഡിഗ്രി പ്രിലിംസ് വരാനുണ്ട് അടുത്ത വർഷം. അതിന് തുടക്കത്തിൽ തന്നെ നമ്മൾ ബേസ് മാത്രം പഠിച്ചു പോയാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഡിഗ്രി പ്രിലിംസ്. നിങ്ങൾക്ക് ഇപ്പം നടന്നിട്ടിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിന് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ വേണം. നല്ല രീതിയിൽ ഡെപ്തായിട്ട് പഠിച്ചു പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ ഇപ്പോഴേ തുടങ്ങി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ 1. ദെൻ ഡിഗ്രി മെയിൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മെയിൻസ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പ്രിലിംസ് കഴിഞ്ഞു, ഇനി മെയിൻസിൻ്റെ കാലഘട്ടമാണ്. ആ മെയിൻസ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. മെയ് 17 ഒക്കെ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ LP UPയുടെ 2027 പുതിയൊരു ബാച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുതിയ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്താൽ മതി. 9951000800. ഓക്കെ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് വിളിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഘടകത്തിലേക്ക് തന്നെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 145/2025 അടുത്തൊരു ചോദ്യമായി വന്നിരിക്കുന്നത്. അത് അവസര സമത്വത്തിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? അവസര സമത്വത്തിനെ കുറിച്ച്. നിങ്ങൾ മൗലികാവകാശങ്ങളൊന്നും എല്ലാ ഡീറ്റെയിൽസും എല്ലാ ആർട്ടിക്കിളും അതിൻ്റെ സബ് ക്ലോസും ഒന്നും പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഏറ്റവും ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ഈ ഒരു ആശയം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കടമെടുത്തിരിക്കുന്നത് അല്ലേ? മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ഇത് കടമെടുത്തിരിക്കുന്നത്. അമേരിക്ക. ഓക്കെ, നമ്മുടെ മൗലികാവകാശങ്ങളുടെ ശില്പിയായിട്ട് നമ്മൾ കടലാക്കുന്നത് ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിനാണ്. സർദാർ പട്ടേലിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൗലികാവകാശങ്ങളുടെ ശില്പിയെ കണക്കാക്കുന്നത്. കാരണം ഇദ്ദേഹമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ന്യൂനപക്ഷ അവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ. ന്യൂനപക്ഷ അവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആയതുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. നമ്മുടെ ഭരണഘടനയിൽ ഭാഗം 3 എന്തിനെക്കുറിച്ച് പറയുന്നത്? ഭാഗം 3 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നത്? 12 മുതൽ 35 വരെ ആർട്ടിക്കിൾ നമ്മൾ പറയുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ഈ 12 മുതൽ 35 വരെയുള്ള അവകാശങ്ങളിൽ നിലവിലുള്ളത് 6 അവകാശമാണെങ്കിലും ഭരണഘടന വന്ന സമയത്ത് എത്ര അവകാശം ഉണ്ടായിരുന്നു? ഭരണഘടന വന്നപ്പോൾ അത് 7 അവകാശം ഉണ്ടായിരുന്നു. 7 അവകാശമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ എത്രയായിട്ട് കുറഞ്ഞു? അതിലൊന്ന് ഒഴിവാക്കി. ഇപ്പം നിലവിൽ എത്രയുള്ളൂ? നിലവിൽ 6 അവകാശം. നിലവിൽ 6 അവകാശമാണുള്ളത്. 6 അവകാശം. ആദ്യം 7 ആയിരുന്നു, ഇപ്പം എത്രയാണ്? 6 അവകാശമാണ്. അപ്പം തന്നെ ഒന്ന് ഉറപ്പായി. എന്താണ്? ഏതോ ഒരു അവകാശം ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയ അവകാശമാണ് സ്വത്തവകാശം. എന്ത് ചെയ്തു? സ്വത്തവകാശത്തിനെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ സ്വത്തവകാശത്തിന് ഒഴിവാക്കിയിട്ടുണ്ടാവല്ലോ. ആ സ്വത്തവകാശം എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം മൗലികാവകാശം സ്വതന്ത്രമായിട്ടുള്ള ഒരു മൗലികാവകാശമായി ലഭിച്ചതായിരുന്നു, പിന്നീട് ഒഴിവാക്കി. ഇപ്പം എത്ര എണ്ണേ ഉള്ളൂ? 6 എണ്ണേ ഉള്ളൂ അല്ലേ? ഇപ്പം നിലവിൽ 6 അവകാശമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ
14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളാണ്. ഓക്കെ, രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള അവകാശം. അത് 19 മുതൽ 22 വരെ ആർട്ടിക്കിളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് ചൂഷണങ്ങൾക്കെതിരായതിലെ ചൂഷണത്തിനെതിരായ അവകാശമാണ്. അത് 23ഉം 24ഉം ആർട്ടിക്കിളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നാലാമത്തെ അവകാശം എന്ന് പറയുന്നത് എന്താണ്? നാലാമത്തെ അവകാശം എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യമാണ്. മതസ്വാതന്ത്ര്യം. ആ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളാണ്. അഞ്ചാമത്തേത് സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ്. അത് 29, 30 ആർട്ടിക്കിളാണ്. ദെൻ ആറാമത്തെ അവസാനത്തെ അവകാശമാണ് ഏതാണ്? ഭരണഘടന പ്രതിവിധിക്കായിട്ടുള്ള അവകാശം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന 5 അവകാശങ്ങൾ ലഭ്യമാവുന്നില്ലെങ്കിൽ ആ ലഭ്യമാവാത്ത അവകാശങ്ങൾ കോടതിയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന അവകാശത്തിനാണ് എന്ത് പറയുക, അല്ലെങ്കിൽ നൽകിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അത് ആർട്ടിക്കിൾ 32 മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് ആണല്ലേ 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഭാഗം 3-ൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസും ഉണ്ട്, ഒന്ന് ഓർത്തിരിക്കുക. ഇതിൽ പെടാത്തൊരു ആർട്ടിക്കിൾ കണ്ടോ? ഇതിലൊന്നും പെടാത്തൊരു കിടക്കുന്ന ഒരു ആർട്ടിക്കിൾ ഇവിടെ കണ്ടോ? ഒരു 31ാമത്തെ ആർട്ടിക്കിൾ നമ്മളിവിടെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ ആ 31ാം ആർട്ടിക്കിൾ ആയിരുന്നു എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന സ്വത്തവകാശം. ആർട്ടിക്കിൾ 31 പ്രകാരം നമ്മൾ സ്വത്തവകാശം എന്തവകാശമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു? മൗലിക അവകാശമാക്കി കൊടുത്തിരുന്നു. ആ മൗലിക അവകാശത്തിനെ അല്ലേ, ആ മൗലികാവകാശം, സ്വത്തവകാശം എന്ന് പറയുന്ന മൗലികാവകാശത്തിനെ പിന്നീട് എന്ത് ചെയ്തു? ഈ ഭരണഘടനയിൽ നിന്നിലെ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റി. അങ്ങനെ എടുത്തു മാറ്റണമെങ്കിൽ ഒരു ഭേദഗതി ചെയ്യണമല്ലോ, ഭരണഘടനയിൽ മാറ്റം വരുത്തണമല്ലോ. ആ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്വത്തവകാശത്തിനെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയത് 1978. ആ സ്വത്തവകാശത്തിനെ മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയ 44ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആയിരുന്നു നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഒപ്പുവെച്ചത്. ആ സമയത്തൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അത് മൊറാർജി ദേശായി ആയിരുന്നു. അന്ന് ജനതാ ഗവൺമെന്റ് ആയതുകൊണ്ട് അന്ന് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 31 എന്ത് ചെയ്തു? 31 ഒഴിവാക്കി. 31 എന്ത് ചെയ്തു? ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കി. എന്നാൽ സ്വത്തവകാശത്തിനെ മൗലികാവകാശത്തിൽ നിന്നും പൂർണ്ണമായിട്ട് എടുത്തു ഒഴിവാക്കിയിട്ടില്ല. മൗലികാവകാശത്തിൽ നിന്നല്ല, ഭരണഘടനയിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയല്ല ചെയ്തത്. ഭാഗം 3 31ാം ആർട്ടിക്കിളിൽ കടന്നതിനെ ഇതിനെന്താക്കി? എങ്ങോട്ട് മാറ്റി? ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിളായിട്ട് ഭാഗം 12ൽ കൊണ്ടുവച്ചു. ഓക്കെ, ഇപ്പം അത് എന്ത് അവകാശമായിട്ടാണ് ലഭിക്കുന്നത്? നിയമ അവകാശമായി ലഭിക്കുന്നു. ഇപ്പം എന്ത് അവകാശമാണ്? നിയമ അവകാശമായിട്ടാണ് നമ്മൾ എന്ത് നൽകുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന സ്വത്തവകാശം നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പം 31ാം ആർട്ടിക്കിളും അതുപോലെ തന്നെ 19(1)F എന്ന് പറയുന്ന സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. ആ സ്വാതന്ത്ര്യത്തിലും പെട്ടതായിരുന്നു എന്ത് പറയുന്നത്? സ്വത്തവകാശം എന്ന് പറയുന്നത്. ആ 2 അവകാശത്തിനെയും സ്വാതന്ത്ര്യത്തിനും എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങളിൽ പെട്ടിരുന്ന ഇതിനെ എടുത്തിട്ട് ഭാഗം 12ൽ 300A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിളിലേക്ക് കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇപ്പം അത് നിയമാവകാശമാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്വത്തവകാശത്തിൻ്റെ മൗലികാവകാശം നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഭാഗത്തിനെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവസര സമത്വത്തിനെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്, അവസര സമത്വം. അപ്പോൾ അവസര സമത്വം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ കേൾക്കല്ലോ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സമത്വത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സമത്വത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടെ വരെ എന്നാണ് പറയുന്നത്? 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളാണ് നമ്മൾ സമത്വത്തിനെ കുറിച്ച് പറയുന്നത് അല്ലേ, ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിൽ ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം അല്ലേ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം എന്ന് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്: നിയമത്തിന് മുന്നിലുള്ള സമത്വം, തുല്യ നിയമ സംരക്ഷണം. ഒക്കെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾ തൽക്കാലം ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. then ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്. എന്താ ആർട്ടിക്കിൾ 15 പറയുന്നത്? ജാതി, മത, വർഗ, ലിംഗ, ജനന, സ്ഥലഭേദമന്യേ എന്ത് പാടില്ല?
വിവേചനം പാടില്ല. ജാതി, മത, വർഗ, ലിംഗ, സ്ഥലഭേദമന്യേ ഇന്ത്യയിൽ ഒരു രീതിയിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 പറയുന്നതാണ് എന്ത്? അവസര സമത്വം. എന്താണ്? അവസര സമത്വത്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 16 പറയുന്നത് അല്ലേ? അവസര സമത്വം എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയിൽ എല്ലാവർക്കും എന്ത് കൊടുത്തിരിക്കണം? സമത്വം കൊടുത്തിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 16 നമ്മൾ എന്താണ്? സർക്കാർ ജോലിയിൽ എല്ലാവർക്കും തുല്യരായി കണക്കാക്കണം എന്ന് പറയുമ്പം നമുക്കറിയാലോ സർക്കാർ ജോലിയിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? സംവരണം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം സമത്വം വേണം, എല്ലാവരെയും ഒരുപോലെ കണക്കാക്കണം എന്ന് ആർട്ടിക്കിൾ 16 പറയുമ്പോൾ തന്നെ സർക്കാരുകൾക്ക് എന്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്? സംവരണം കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ആ സംവരണം കൊടുക്കുന്നതും ഭരണഘടനയിൽ പറഞ്ഞാൽ മാത്രമേ സംവരണം ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഭരണഘടന വിലക്കിയിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവസര സമത്വം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മറികടന്നുകൊണ്ടാണ് നമ്മൾ സംവരണം കൊടുക്കുന്നത്. അത് കൊടുക്കാൻ കാരണം ഭരണഘടനയിൽ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളും കൂടി അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ആർട്ടിക്കിൾ 16(4). എന്താണ്? സംവരണം. സർക്കാർ ജോലിയിലുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കാം? സംവരണം കൊടുക്കാം. അവസര സമത്വം എന്ന് പറയുമ്പോഴും സംവരണം കൂടി കൊടുക്കാമെന്ന് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 16(4) തന്നെ പറയുന്നുണ്ട്. ഇതിനെ സംരക്ഷാത്മക വിവേചനം എന്നാ പറയുക. സംരക്ഷാത്മക വിവേചനം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താണ്? അയിത്ത നിർമ്മാർജ്ജനത്തിനെ കുറിച്ചാണ് അല്ലേ? പണ്ട് കാലത്ത് അയിത്തം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അയിത്തം എന്ന് പറയുന്നത് എന്താണ്? പ്രാകൃത രൂപമാണ്. ഒരാൾ മറ്റൊരാളെ തൊടാൻ പാടില്ല. മുതിർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ കീഴ്ജാതിയിൽപ്പെട്ട ആളുകൾ, അല്ലെ കീഴ്ജാതിയിൽപ്പെട്ട ഒരാൾ മുതിർന്ന ജാതിയിൽപ്പെട്ട ഒരാളെ തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു വിചിത്രമായ കൺസെപ്റ്റൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 17ന്റെ പ്രത്യേകത, ഈ ആർട്ടിക്കിൾ 17 ആണ് മഹാത്മാഗാന്ധി കി ജയ് വിളിച്ച് പാസ്സാക്കിയത്. മഹാത്മാഗാന്ധി കി ജയ് വിളിച്ച് പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആർട്ടിക്കിൾ 17 പ്രകാരം ഇന്ത്യയിൽ എന്ത് നിരോധിച്ചു? ഈ പറഞ്ഞിരിക്കുന്ന അയിത്തം നിരോധിച്ചിട്ടുണ്ട്. അയിത്തം നിരോധിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? അതുമായി അങ്ങനെ ചെയ്യുന്നതൊക്കെ കുറ്റകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം കൂടി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിരുന്നു. ആ നിയമമാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം. എന്താണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം അല്ലേ? നിരോധന നിയമം 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിലൂടെയാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞിരിക്കുന്ന അയിത്തം നമ്മുടെ ഇന്ത്യയിൽ കൃത്യമായ രീതിയിൽ വിലക്കുന്നത്. ഓക്കെ, പിന്നീട് 1976 മുതൽ ഇത് എന്ത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി? ഇത് സിവിൽ അവകാശ അല്ലേ? സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമമായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്ന പുതിയ നിയമപ്രകാരമാണ് എന്ത് ചെയ്തിരുന്നത്? നമ്മുടെ അയിത്തം നിരോധിച്ച്. ആദ്യം എന്ത് പേരിലായിരുന്നു? തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്ന പേരിലായിരുന്നു. അത് പിന്നീട് സിവിൽ അവകാശ അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമം എന്ന പേരിലേക്ക് മാറുകയും ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത നമുക്കൊരു ആർട്ടിക്കിളിലൂടെ പഠിക്കാനുള്ള ലാസ്റ്റ് ആർട്ടിക്കിൾ 18 ആണ്. ആർട്ടിക്കിൾ 18 പറയുന്നത് പദവി നാമകരണങ്ങൾ നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ്. പദവി നാമകരണങ്ങൾ അല്ലേ? പദവി നാമകരണങ്ങളിലെ ഒരുപാട് പദവികൾ എന്തുണ്ടായിരുന്നു? പണ്ട് പദവിയും ബഹുമതികളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഓരോ ആളുകൾക്ക്. ഇപ്പോൾ സർ പദവി, അതുപോലെ തന്നെ രാജാപ്പട്ട, അങ്ങനത്തെ ഒരുപാട് പദവികൾ നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാർക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരം പദവികളും നാമങ്ങളും ഓരോരുത്തർ സ്വീകരിക്കുന്നതിനൊക്കെ വിലക്കിക്കൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. പക്ഷെ ആ വിലക്ക് എന്തിന് ബാധകമല്ല? മിലിറ്ററിയിലൂടെയോ അല്ലെങ്കിൽ അക്കാദമിക്കിലൂടെയോ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് മിലിറ്ററിയിലൂടെ അപ്പോൾ കേണൽ പദവി കിട്ടി, ആ കേണൽ പദവി നമുക്ക് എന്ത് ചെയ്യാം? പേരിന് കൂടെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ അക്കാദമിക് പ്രകാരം നമുക്ക് എന്താണ്? ഡോക്ടർ, ജസ്റ്റിസ് എന്നൊക്കെ പേര് കിട്ടി, അതും പേരിന് കൂടെ ഉപയോഗിക്കാം. അതല്ലാതെ രീതിയിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ബഹുമതികളോ മറ്റോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പേരിന് കൂടെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് വിലക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. പദവി നാമകരണങ്ങൾ അല്ലെങ്കിൽ ബഹുമതികൾ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? വിലക്കിക്കൊണ്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ഇതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ട സമത്വത്തിൽ വരുന്ന കാര്യം. അതിൽ നിന്നും ചോദിച്ചിരിക്കുന്ന അവസര സമത്വത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയമില്ലല്ലോ, ഏതാണ് ആർട്ടിക്കിൾ അവസര സമത്വത്തിനെ കുറിച്ച് പറയുന്നത്? അത് 16ാം വകുപ്പാണ്. 16ാം ആർട്ടിക്കിളാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതും കിട്ടിയെന്ന് കരുതുന്നു. then അടുത്തൊരു ചോദ്യം, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന്, ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിച്ചത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനഗണമനയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ദേശീയഗാനം പറഞ്ഞതുപോലെ തന്നെ ജനഗണമനയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ജനഗണമന എന്ന് പറയുന്നതും ആരെഴുതിയതാണ് നമുക്കറിയാം. നമുക്ക് ആദ്യമായി നൊബേലൊക്കെ മേടിച്ചു നിന്നിരിക്കുന്ന ടാഗോർ അല്ലേ? ടാഗോർ എഴുതിയിരിക്കുന്ന എന്താണ്? ബംഗാളി ഭാഷയിൽ എഴുതിയിരിക്കുന്ന കൃതിയാണ് ഇത്. ബംഗാളി ഭാഷയിൽ എഴുതിയിരിക്കുന്ന കവിതയാണ് ജനഗണമന എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യകാലം നാമം എന്ന് പറയുന്നത്
ഭാഗ്യവിധാത, ഭാരത് ഭാഗ്യവിധാത എന്ന പേരിലായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന ജനഗണമന ആദ്യമായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ജനഗണമനയെ ആദ്യമായിട്ട് അച്ചടിക്കിച്ച് വന്നത് തത്വബോധിനി പത്രത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ജനഗണമനയിൽ എത്ര വരികളുണ്ട്? 13 വരികളുണ്ട്. 13 വരികളാണ് നമ്മുടെ ജനഗണമനയിലുള്ളത് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും അവിടെ എത്തിയിട്ട് വായിച്ചു നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ അറിയുന്നല്ലേ ജനഗണമന അതിനായക ജയഹേ എന്നങ്ങ് പാടും. പക്ഷെ ഇത് എവിടെ നിർത്തണമെന്നോ എവിടെ തുടങ്ങണമെന്നോ അടുത്ത വരി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കില്ല. അതുകൊണ്ട് 13 വരികളാണ് ഇതിനകത്തുള്ളതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ 13 വരികളിലൂടെ 10 ജയ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്, 10 ജയ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ജനഗണമനയും ആദ്യമായിട്ട് ആലപിക്കുന്നത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലായിരുന്നു. 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഓക്കെ, അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് BN ദർ ആയിരുന്നു. BN ദർ അധ്യക്ഷനായിട്ടുള്ള 11 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആലപിക്കുന്നത്. അന്ന് അത് ആലപിച്ചത് ടാഗോറിന്റെ കൂടെ ആരായിരുന്നു? സരളാദേവി ചൗധുറാണി. സരളാദേവി ചൗധുറാണി ആണ് ഇതിന്റെ കൂടെ എന്ത് ചെയ്തത്? ആലപിക്കുന്നത്. സരളാദേവി ചൗധുറാണി. ക്ലിയർ? ഓക്കെ, പിന്നീട് ഇതെന്ത് ചെയ്തു? കൃത്യമായ സംഗീതം കൊടുത്തു. ഏത് സംഗീതം കൊടുത്തിരിക്കുന്നത്? എന്ത് പേരിലാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്? ശങ്കരാഭരണ രാഗത്തിലാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ശങ്കരാഭരണ രാഗത്തിൽ. ഈ ശങ്കരാഭരണ രാഗത്തിൽ ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാ. ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. കാരണം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള INA അല്ലേ, ആ INAയുടെ ഔദ്യോഗിക ഗാനമായിട്ട് അന്ന് എന്തിന് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു? സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള INA നമ്മുടെ ജനഗണമനയെ അവരുടെ ഗാനമായിട്ട് എടുത്തിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? ഈ ബംഗാളി ഭാഷയിലുള്ള ജനഗണമനയെ പിന്നീട് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. ഹിന്ദിയിലേക്ക് ആബിദ് അലി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തിരുന്നു? തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നു, ആബിദ് അലി. ഓക്കെ, പിന്നീട് അവരെന്ത് ചെയ്തു? അത് കൃത്യമായി സംഗീതം കൊടുത്തു. ആ പറഞ്ഞിരിക്കുന്ന INAയിലുള്ള ഒരു ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ സംഗീതം കൊടുത്തു. ആ സംഗീതം കൊടുത്തിരിക്കുന്ന ഈ ജനഗണമന എന്ന് പറയുന്നത് ആലപിക്കാൻ 52 സെക്കൻഡാണ് സമയമെടുക്കുക. കുറഞ്ഞ സമയമെന്ന് ചോദിച്ചാൽ അത് 20 സെക്കൻഡാണ്. 20 സെക്കൻഡ് കുറഞ്ഞ സമയം എന്ന് പറയുമ്പോൾ ശ്വാസം പിടിച്ചിട്ട് ജനഗണമന അധിനായകൻ ഇങ്ങനെ പാടുന്നതല്ല. അതിന് പകരം ആദ്യത്തെ ചില സൈനിക വേളകളിൽ പരിപാടികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ജനഗണനയുടെ ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രം പാടുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ആദ്യത്തെയും അവസാനത്തെയും മാത്രം പാടുന്നതിനാണ് നമ്മൾ എന്താ പറയുക കുറഞ്ഞ സമയം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് 20 സെക്കൻഡാണ്. അത് 20 സെക്കൻഡാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് ആബിദ് അലി ആയിരുന്നു. ഓക്കെ, ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ഇതിന് സംഗീതം കൊടുത്തത്. പിന്നീട് ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. ഈ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അതിനൊരു പേര് കൊടുത്തിരുന്നു. അതാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിനെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും ആരെന്നെയാണ്? നമ്മുടെ ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ദേശീയ ഗീതത്തിന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു കേട്ടോ. ദേശീയ ഗീതം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അതിന് കൊടുത്ത പേര് മദർ ഐ ബോ ടു ദി എന്നാണ്. മദർ ഐ ബോ ടു ദി എന്ന പേരിലാണ് ഇതിനെ എന്ത് ചെയ്തത്? വന്ദേ മാതരം. ഇത് ഏതാണ്? വന്ദേ മാതരത്തിന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരുന്നത്. ഓക്കെ, മദർ അമ്മേ, ഐ ഞാൻ വണങ്ങുന്നു നിങ്ങളെ. ഓക്കെ, വന്ദേ മാതരം. ഓക്കെ, അമ്മേ ഞാൻ നിങ്ങളെ വണങ്ങുന്നു എന്നാണ് ഇതിന് ഇംഗ്ലീഷിലേക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരബിന്ദോ ഘോഷ് ആയിരുന്നു കേട്ടോ. അരബിന്ദോ ഘോഷ് ആണിത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആര് തന്നെയായിരുന്നു? ടാഗോർ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നീട് ഇതാണ് എന്തായി മാറിയത്? നമ്മുടെ ദേശീയ ഗാനമായി മാറുന്നത്. അങ്ങനെ ദേശീയ ഗാനമായി മാറിയപ്പോൾ എന്താണ്? നമ്മൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒരേ ഡേറ്റിനാണ് അംഗീകരിച്ചത്. അങ്ങനെ ആബിദ് അലി തയ്യാറാക്കിയ ഹിന്ദി ഭാഷയിൽ തയ്യാറാക്കിയ എന്താണ് ജനഗണമന ആര് അംഗീകരിക്കുന്നു? ഭരണഘടനാ നിർമ്മാണ സഭ. ഹിന്ദി ഭാഷയിലുള്ള അതാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അത് അംഗീകരിച്ചത് അവസാന മീറ്റിംഗ് ആയിരുന്ന ജനുവരി 24 തന്നെയാണ്. 1950 ജനുവരി 24 തന്നെയാണ് ദേശീയ ഗാനവും എന്ത് ചെയ്തിരിക്കുന്നത്? അംഗീകരിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇവിടെ ദേശീയ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അതും ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അപ്പം ഇതാണ് ദേശീയ ഗാനത്തിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ ഗാനത്തിൻ്റെ കാര്യത്തിലും കൃത്യമായിട്ട് PSC സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. അടുത്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്? ദേശീയ പതാക. അപ്പോൾ ഗാനമായി ഗീതമായി പതാകയിലേക്ക് കടന്നു. അപ്പം
പതാകയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പതാക എന്ന് പറയുന്നത് എന്താണ്? ത്രിവർണ്ണ പതാകയാണ്. ആ ത്രിവർണ്ണ പതാകയുടെ മധ്യഭാഗത്ത് എന്തുണ്ട്? അശോകചക്രമുണ്ട്. അതിന് മുമ്പ് അതിൻ്റെ നടുവിലുണ്ടായിരുന്ന ചർക്കയായിരുന്നു. പിന്നീട് അതിന് മുമ്പ് പല പതാകകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1906 സുരേന്ദ്രനാഥ ബാനർജി ഉപയോഗിച്ച് തുടങ്ങിയ പരിപാടിയാണ്. പിന്നീട് 1907 PSC ചോദിക്കാറുള്ളത് 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലാണ് ആദ്യമായിട്ട് വിദേശത്ത് വെച്ചിട്ട് ഇന്ത്യയുടെ പതാക ഉയർത്തപ്പെടുന്നത്. അന്നത്തെ ഒരു പതാക, ആ പതാക അല്ലെങ്കിൽ അത് അന്ന് അവിടെ ഉയർത്തിയത് മാഡം ബിക്കാജി കാമയായിരുന്നു. മാഡം ബിക്കാജി കാമയാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഇത് ഉയർത്തുന്നത്. പിന്നീട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് INC നമ്മുടെ സമരങ്ങളിലേക്ക് ഈ പതാകകളൊക്കെ പല രീതിയിൽ പലരും ഉണ്ടാക്കിയിട്ട്, ഗാന്ധിജിയുടെ സ്വരാജ് പതാക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പതാകകൾ ഉണ്ടായിരുന്നു. അപ്പം പിന്നീട് സ്വദേശി പതാകയെ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് പതാകകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പിന്നീട് ഒരു കൃത്യമായ സ്ട്രക്ചറോട് കൂടിയിട്ട് നമ്മൾ എല്ലാവരും ദേശീയ തലത്തിൽ ഒരു പതാക ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് INC ഇതിന് അംഗീകരിച്ചോട് കൂടിയിട്ടാണ്. 1931 INC എന്ത് ചെയ്യുന്നത്? അവർ ഒരു ദേശീയ പതാക അംഗീകരിച്ചത്. ആ ദേശീയ പതാകയുടെ മധ്യഭാഗത്തായിരുന്നു എന്തുണ്ടായിരുന്നത്? ചർക്ക ഉണ്ടായിരുന്നത്. ആ ചർക്ക മധ്യഭാഗത്തുള്ള പതാകയാണ് പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഉപയോഗിച്ചത്. സ്വാതന്ത്ര്യാനന്തരമാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ വേളയിൽ എന്തും കൂടി ചെയ്തത്? ആ INCയുടെ പതാക ഒഴിവാക്കിയിട്ട് വേറൊരു ദേശീയ പതാക നമ്മുടെ ദേശീയ പതാകയായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയുടെ ദേശീയ പതാക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അത് ഫ്ലാഗ് അഡ്ഹോക്ക് കമ്മിറ്റിയാണ്. ഫ്ലാഗിനുമായി ബന്ധപ്പെട്ട അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ പതാക, ദേശീയ പതാക അഡ്ഹോക്ക് കമ്മിറ്റി. ആ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ പഴയ പതാക തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന ആന്ധ്രാപ്രദേശുകാരനായ ആരെ വിളിച്ചു വരുത്തുന്നു? പിങ്കളി വെങ്കയ്യെ വിളിച്ചു വരുത്തുന്നു. ആ പിങ്കളി വെങ്കയ്യാണ് നമ്മൾ ഇന്ന് കാണുന്ന ദേശീയ പതാക നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്, പതാക രൂപീകരിച്ചു കൊടുത്തിരിക്കുന്നത്. ആ പതാകയാണ് പിന്നീട് അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ 1947 നമുക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയത്. ഓഗസ്റ്റ് 15 പതാക ഉയർത്തണ്ടേ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ? അപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പതാക ഉയർത്തണമെങ്കിൽ അതിന് മുമ്പ് അംഗീകരിക്കണ്ടേ? അത് അംഗീകരിച്ചത് 1947 ജൂലൈ 22 ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു കൊടുത്തത്. ഓക്കെ, ഈ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 51A പറയുന്ന മൗലിക കടമകളുടെ ഭാഗമാണ് നമ്മൾ അംഗീകരിക്കണം അല്ലെങ്കിൽ അനുസരിക്കണം, എന്തിനെ ബഹുമാനിക്കണം? ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയഗാനം പോലെയുള്ള കാര്യങ്ങളെ ഓരോ പൗരന്മാരും എന്ത് ചെയ്തിരിക്കണം? ബഹുമാനിക്കണം. അത് അവൻ്റെ കടമയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 51A എന്ത് ചെയ്തത്? ഈ പതാകയെക്കുറിച്ചൊക്കെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയ പതാകയെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം കൃത്യമായ ചോദ്യം ഈ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചോദിക്കാറുണ്ട്. 3 കളറാണ്. ഏതൊക്കെയാണ്? മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, അതിൻ്റെ താഴെയായിട്ട് പച്ച കളറുണ്ട്. കുങ്കുമം എന്ന് പറയുന്ന കളറിനെ സാഫ്രോൺ അല്ലെങ്കിൽ കേസരി എന്നൊക്കെ നമ്മുടെ ഫ്ലാഗ് കോഡിലൊക്കെ പറയുന്നുണ്ട്. ഇതിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്, ഞാൻ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലാഗ് കോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഫ്ലാഗ് കോഡിൽ കേസരി എന്ന കളറായിട്ടും എന്തിനെ പറയുന്നുണ്ട്? കുങ്കുമത്തിനെ പറയുന്നുണ്ട്. അതും കൂടി ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോ അളവ് കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. തുടർച്ച വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്കത് വർക്കൗട്ട് ചെയ്ത് പോകാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? അപ്പം ജൂലൈ 22, 1947 നമ്മുടെ ദേശീയ പതാക എന്ത് ചെയ്തിരിക്കുന്നത്? അംഗീകരിച്ചിരിക്കുന്നത്. അപ്പം ദേശീയ പതാകയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തൊരു ചോദ്യം നോക്കിക്കോ. അത് വിവരാവകാശ നിയമത്തിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ദേശീയ പതാക അല്ലെങ്കിൽ അങ്ങനത്തെ കൺസെപ്റ്റ് മാത്രമല്ല, മൗലികാവകാശങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടെ 2 കമ്മീഷനും കൂടി നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ കമ്മീഷൻസാണ്? ഒന്ന് വിവരാവകാശ കമ്മീഷനും മറ്റൊന്ന് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനും. ഈ 2 കമ്മീഷൻ്റെയും പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ആ 2 കമ്മീഷനും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസാണ്. എന്ത് ബോഡീസാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഭരണഘടനാപരമായിട്ട് 2 സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയും മറ്റൊന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ളത് പോലെ തന്നെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഒരു സ്ഥാപനത്തിനാണ് എന്ത് പറയുക? കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറയുന്നതെങ്കിൽ, അതേപോലെ പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു നിയമപ്രകാരം പാർലമെൻറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമപ്രകാരം സ്ഥാപിതമായ സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുക? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുക. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾക്ക് എന്തുണ്ടാവും? അതിന്
കീപ്പ് ചെയ്ത് അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നിയമമാണ് ഉണ്ടാവുക. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആണെങ്കിൽ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഭരണഘടനയിലെ ഏതെങ്കിലും ആർട്ടിക്കിളാണ് ഉണ്ടാവുക. അപ്പോൾ ആർട്ടിക്കിൾ ഉള്ളതിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്നും നിയമങ്ങളുള്ളതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സിലബസിലുള്ള പ്രിലിംസിന് പഠിക്കാനുള്ള 2 സ്ഥാപനങ്ങൾ എന്താണ്? അത് രണ്ടും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള വിവരാവകാശ കമ്മീഷനെ സംരക്ഷിച്ച ഒരു നിയമമല്ലേ, അതാണ് വിവരാവകാശ നിയമം. മനസ്സിലായോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ, അതിൽ എന്തൊക്കെയാണ് തെറ്റായ പ്രസ്താവന എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഒരു ധാരണ ഉണ്ടായിരിക്കണം. വിവരാവകാശ കമ്മീഷനും വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട്, വിവരാവകാശ കമ്മീഷനും വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വിവരാവകാശ നിയമം എന്ന് പറയുന്നത് എന്താണ്? വിവരാവകാശ നിയമം അല്ലേ, വിവരാവകാശ നിയമം. ഓക്കെ, ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് എന്താണ് 2005 വന്നിരിക്കുന്ന ഒരു നിയമമാണ്. ഈ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നൊക്കെ അറിയപ്പെടുന്ന നിയമം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നൊക്കെ അറിയപ്പെടുന്ന നിയമമാണ് ഇത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ആ നിയമം ഇന്ത്യയിൽ വരാൻ കാരണമായത് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സംഘടന കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു സ്ഥാപനം, നമുക്ക് എല്ലാവർക്കും വിവരങ്ങൾ അറിയാൻ അവകാശമുണ്ട്. കാരണം നമ്മുടെ ഫണ്ട്, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ആർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ആ സർക്കാർ ഉദ്യോഗസ്ഥരില്ലേ, നമ്മുടെ ശമ്പളം ഉപയോഗിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഇന്ത്യയിലുള്ള പൊതുജനങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് കൃത്യമായ സമരങ്ങൾ നടത്തിയ MKSS എന്ന് പറയുന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ആരാണ്, അരുണ റോയ് അല്ലേ, അരുണ റോയ് എന്ത് ചെയ്യുന്നു, അരുണ റോയ് ഇന്ത്യയിൽ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, സമരങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് വരുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന വിവരാവകാശം എന്ന് പറയുന്ന നിയമമൊക്കെ വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പം ആ പറഞ്ഞിരിക്കുന്ന MKSS മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്ന രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘടന, അരുണ റോയ് സ്ഥാപിച്ച സംഘടനയുടെ പ്രവർത്തനം മൂലമാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്, വിവരാവകാശ നിയമം വരുന്നത്. അങ്ങനെ വിവരാവകാശ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് 2005 2005 എന്താക്കിയത്, 2005 ജൂൺ 15 ഈ നിയമം എന്താക്കുന്നത്, പാസ്സാക്കി അല്ലേ. പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, രാഷ്ട്രപതി ഒപ്പുവെക്കുക എന്നാണ് അർത്ഥം. രാഷ്ട്രപതി ഒപ്പുവെക്കുന്ന ഡേറ്റിനാണ് നമ്മൾ പാസ്സാക്കുക എന്ന് പറയുക. അത് പാസ്സാക്കുമ്പോൾ ഒപ്പുവെച്ച പ്രസിഡന്റ് ആയിരുന്നു ആര്, APJ അബ്ദുൽ കലാം. ഒപ്പുവെച്ച പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാമാണ്. അന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അത് മൻമോഹൻ സിംഗ് ആണ്. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, ഇത് പിന്നീട് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 എന്ത് ചെയ്തു, ഇത് നിലവിൽ വന്നു, പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ പാസ്സാക്കിയത് 2005 ജൂൺ 15 നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് ആരൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ നിയമം വരുന്നതിന് മുമ്പ് മറ്റൊരു നിയമം ഉണ്ടായിരുന്നു. അത് 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമാണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. ഓക്കെ, ഈ ആക്ട് ആയിരുന്നു നമ്മുടെ രാജ്യത്ത് എന്തുണ്ടായിരുന്നത്, വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ടാണ് എന്ത് വരുന്നത്, വിവരാവകാശ നിയമം 2005 വരുന്നത്. ഓക്കെ, അപ്പോൾ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്, 2002 ഉണ്ടായിരുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. അപ്പം വിവരാവകാശ നിയമം വന്നതോടുകൂടി എന്തിൻ്റെ കാര്യം കഴിഞ്ഞു, ഈ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ടിന്റെ സാധുത കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം വരുന്നത്. അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങളോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് അതാത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തുകൊണ്ട് വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. നമുക്ക് എവിടെയാണ് വിവരങ്ങൾ ലഭിക്കേണ്ടത്, ഇപ്പോൾ ഒരു സ്ഥാപനം, ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നാണ് നിങ്ങൾക്കൊരു വിവരം ലഭിക്കേണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ 2-3 ഉദ്യോഗസ്ഥരുണ്ടാവും. ഒന്ന് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും, അല്ലെങ്കിൽ അയാളെ സഹായിക്കാനുള്ള അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ. ഈ 2 ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടാവും സ്ഥാപനത്തിൽ. അതിൽ ആർക്കെങ്കിലും നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, ഒരു അപേക്ഷ കൊടുക്കാം. അപ്പോൾ നമ്മൾ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അപേക്ഷ കൊടുക്കുന്നു. നിങ്ങൾ കൊടുത്തിരിക്കുന്നത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ ആ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നിങ്ങൾക്ക് എന്ത് നൽകിയിരിക്കണം, ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകിയിരിക്കണം. ആ മറുപടി 30 ദിവസം കൊണ്ട് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. 30 ദിവസം കൊണ്ട് തന്നാൽ മതി. ഇനി നിങ്ങൾ ആർക്കാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ ആ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് ഒരേ ഒരു പണിയേ ഉള്ളൂ, അത് ആ അപേക്ഷ ആർക്ക് കൈമാറുക എന്നുള്ളതാണ്. ഞാൻ കൊടുക്കുന്നത് അസിസ്റ്റന്റിനാണെങ്കിൽ അസിസ്റ്റന്റിന്റെ പണി എന്താണ്, നിങ്ങൾക്ക് എനിക്ക് വിവരം തരേണ്ട അസിസ്റ്റന്റ് അല്ല, ആ അസിസ്റ്റന്റ് ആ അപേക്ഷ ആർക്ക് കൊടുക്കുന്നു,
പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ കൊടുക്കുന്നു. ആ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് കൊടുക്കേണ്ടത് 5 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് അസിസ്റ്റന്റിനാണ് നമ്മൾ അപേക്ഷ കൊടുത്തതെങ്കിൽ 35 ദിവസം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വിവരങ്ങൾ ലഭിക്കേണ്ടത്. ഇനി നമ്മുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ, നമ്മുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയാണ് ഞാൻ കൊടുത്തതെങ്കിൽ അത് 48 മണിക്കൂറിനകം നമുക്ക് ലഭ്യമാക്കണം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമമാണ് ഇത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ വിവരമൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല, എല്ലാ വിവരങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ലഭിക്കൊന്നുമില്ല. അപ്പം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വകുപ്പ് 8 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. വകുപ്പ് 8 എന്ന് പറഞ്ഞൊരു വകുപ്പ് നമ്മുടെ വിവരാവകാശ നിയമത്തിലുണ്ട്. വകുപ്പ് 8 പ്രകാരം ദേശീയ സുരക്ഷയെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ കോടതി അലക്ഷ്യം വരുത്തുന്നതോ അല്ലെങ്കിൽ പാർലമെന്റിന്റെയോ നിയമസഭയോ പ്രിവിലേജിനെയോ ഒക്കെ ബാധിക്കുന്നതോ രഹസ്യ വാണിജ്യ രേഖകളോ രഹസ്യ മന്ത്രിസഭാ രേഖകളോ ഒക്കെ എന്ത് ചെയ്യാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് നൽകേണ്ട കാര്യമില്ല. ആ അപേക്ഷ എന്ത് ചെയ്യാം, റദ്ദ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. വകുപ്പ് 8 പ്രകാരം എന്താണ്, രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിവരം നിങ്ങൾ അപേക്ഷ വിട്ട് അതെനിക്ക് അറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കില്ല. അതെന്ത് ചെയ്യാം, അത് നിരസിക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സാധിക്കും വകുപ്പ് 8 പ്രകാരം. അപ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നറിയാം, അത്രമാത്രം അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മെയിൻസിനൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാം. അങ്ങനെ നിങ്ങൾ അപേക്ഷിക്കുന്നത് മറ്റൊരു കേസ് എന്ന് പറയുന്നത് മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട്. മൂന്നാം കക്ഷി എന്ന് പറയുമ്പോൾ മൂന്നാം കക്ഷി എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷ കൊടുക്കുന്നത് ഞാനാണെങ്കിൽ, അപ്പം ഞാൻ കൊടുക്കുന്ന അപേക്ഷ ആർക്കാണ് കൊടുക്കുന്നത്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുക്കുന്നു. ആരെക്കുറിച്ചാണ്, ഒരു മൂന്നാം കക്ഷിയെക്കുറിച്ച് അറിയാനുള്ള, തേർഡ് പേഴ്സണെ കുറിച്ച് അറിയാനുള്ള ഒരു അപേക്ഷയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആർക്ക് കൊടുത്തു, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുക്കുന്നു. അവൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇത് ആരെ അറിയിക്കും, തേർഡ് പേഴ്സണെ അറിയിച്ചിരിക്കണം. 5 ദിവസം കൊണ്ടാണ് അറിയിക്കേണ്ടത്. അപേക്ഷ ലഭിച്ച് 5 ദിവസം കൊണ്ട് എന്ത് ചെയ്തിരിക്കണം, ആരെ അറിയിച്ചിരിക്കണം, തേർഡ് പേഴ്സൺ അറിയിച്ചിരിക്കണം. തേർഡ് പേഴ്സൺ അതിൻ്റെ ഒരു മറുപടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് 10 ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. 10 ദിവസത്തിനുള്ളിൽ തേർഡ് പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം, മൂന്നാം കക്ഷി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോട് ആ വിവരം, പബ്ലിക് ഇൻഫർമേഷൻ എന്താ ചോദിക്കുക, പറയാം, എന്താണ്, ഒരാൾ നിങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ആ അപേക്ഷ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കാം. അപ്പോൾ അത്തരത്തിൽ മൂന്നാം കക്ഷിയോട് ചോദിക്കുമ്പോൾ മൂന്നാം കക്ഷി ഒന്നുകിൽ അത് ആ വിവരം കൊടുത്തോളൂ അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുക്കുക. ആ മറുപടി 10 ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ഇനി അങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം കക്ഷി എന്ത് ചെയ്യുന്നു, ഒരു മറുപടിയാണ് കൊടുത്തെങ്കിലും എന്ത് ചെയ്യാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സാഹചര്യങ്ങളിൽ ആ വിവരം കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം കൊടുക്കരുത് എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പോലും ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആ വിവരം കൈമാറാൻ പറ്റുന്നതാണ്. കാരണം അവിടെ പരിഗണിക്കുന്നത് എന്ത് മാത്രമാണ്, അവിടെ പരിഗണിക്കുന്നത് ഒരു വിവരം, തേർഡ് പേഴ്സണുമായി ബന്ധപ്പെട്ട ഒരു വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പേഴ്സൺ കൊടുത്തു കഴിഞ്ഞാൽ ആ വിവരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൈമാറണോ, ആ വിവരം ഫസ്റ്റ് പേഴ്സണ് കൊടുക്കണം, അപേക്ഷകന് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് പൊതുജന താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പൊതുജന താല്പര്യം, പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ്, ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഫസ്റ്റ് പേഴ്സൺ അപേക്ഷകൻ ചോദിച്ചതെങ്കിൽ മൂന്നാം കക്ഷി കൊടുക്കരുത് എന്ന് പറയുന്ന വിവരം പോലെ എന്ത് ചെയ്യാം, കൈമാറാം. പൊതുജന താല്പര്യമാണ് ആ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ, പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു വിവരമാണെങ്കിൽ മൂന്നാം കക്ഷി കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അത് കൈമാറ്റം ചെയ്യാം. അത് പറയുന്ന വകുപ്പ് 10 കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം അത്തരത്തിലുള്ള ഒരു നിയമപ്രകാരം ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. അങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരമൊക്കെ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ കമ്മീഷൻ വന്നിരിക്കുന്നത്, വിവരാവകാശ കമ്മീഷൻ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് 2005 തന്നെയാണ്. 2005 ഒക്ടോബർ 12 തന്നെയാണ് ഈ വിവരാവകാശ കമ്മീഷനും വന്നിരിക്കുന്നത്. 2005 ഒക്ടോബർ 12 തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് CIC ഭവനാണ്. CAC ഭവനാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെയർമാൻ, ഒരു ചെയർമാനും 10 കൂടാത്ത കമ്മീഷണർമാരും, 10 കൂടാത്ത ഒരു ചീഫ് കമ്മീഷണറും 10 കൂടാത്ത, ടോട്ടൽ 11 ആൾക്കാരില്ലേ, 10 കൂടാൻ പാടില്ല. അപ്പോൾ ഒരു ചീഫ് കമ്മീഷണറും 10 കൂടാത്ത കമ്മീഷണർമാരാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ഒരു സമിതിയുണ്ട്. ആരൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിവരാവകാശ കമ്മീഷൻ ഉണ്ടാവേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ ഉണ്ടാവുന്നത് ആരൊക്കെയാണ്, ഒന്ന് പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും. രണ്ടാമത്തെ ആള് പ്രൈം മിനിസ്റ്റർ നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി. മൂന്നാമതായിട്ട് ലോകസഭാ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഈ 3 പേരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക,
ആരൊക്കെയാണ് ഈ വിവരാവകാശ കമ്മീഷനിൽ വേണ്ടതെന്ന് തീരുമാനിക്കുക. മനസ്സിലായോ? ഈ സമിതിയുടെ ചെയർമാൻ ആരെന്നെയാണ്? പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഈ 3 അംഗ സമിതി എന്ത് ചെയ്യും? ആരൊക്കെയാണ് വിവരാവകാശ കമ്മീഷനിൽ വേണ്ടതെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ ഇവർ അവർ സെലക്ട് ചെയ്ത് വെച്ച ആളുകളെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്ന ആരാണ്? പ്രസിഡന്റ് ആയിരിക്കും. നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും പ്രസിഡന്റാണ്. ഓക്കെ, നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആയിരിക്കും. കാലാവധി എന്ന് പറയുന്നത് പുതിയ 2019 ഈ പറഞ്ഞിരിക്കുന്ന വിവരാവകാശ നിയമത്തിനകത്ത് ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ആ ഭേദഗതി പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇഷ്ടാർത്ഥമാണ്. കാലാവധി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇഷ്ടാർത്ഥമാണ്. എന്ത്? വിവരാവകാശ കമ്മീഷൻ എത്ര കാലാവധിയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് തീരുമാനിക്കാം. ഓക്കെ, ദെൻ ശ്രദ്ധിക്കേണ്ടത് ഈ കാലാവധി നിലവിൽ കണക്കാക്കുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അങ്ങനെ കാലാവധി കഴിഞ്ഞ ഒരാളെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? പുനർനിയമിക്കാൻ പറ്റൂല. പുനർനിയമനം ഇല്ല. ഓക്കെ, അംഗങ്ങളായിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചെയർമാൻ ആവാം. ചെയർമാന് വീണ്ടും ചെയർമാൻ ആവാൻ പറ്റില്ല. ഒരംഗത്തിന് വീണ്ടും അംഗമാവാൻ പറ്റില്ല. അംഗത്തിന് വേണമെങ്കിൽ ചെയർമാൻ ആവും. അല്ലാത്ത ഒരു പുനർനിയമനം ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി ഇവരെന്ത് ചെയ്യുന്നു? ഇവർ വർഷാവർഷം ഇതിനെക്കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചിട്ട് ഇവർ എന്ത് കൊടുക്കുന്നു? റിപ്പോർട്ട് കൊടുക്കുന്നു. വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റിനാണ് ഇത് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ്റുകളായിരിക്കും. അപ്പോൾ അവർക്കാണ് അവരെന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, മാത്രമല്ല ഇത് സിവിൽ കോടതിയുടെ അധികാര പരിധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സിവിൽ കോടതിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ടോ അതുപോലുള്ള അധികാരങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ സിസ്റ്റം തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള പരാതികളോ കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് സമൻസൊക്കെ അയച്ച് നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്താനും കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ഉള്ള അധികാരമുണ്ട്. ഏത് കോടതിയിൽ നിന്നോ ഏത് സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ രേഖകൾ കൈപ്പറ്റാനുള്ള അധികാരങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? നടപടി സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ വിവരാവകാശ കമ്മീഷനിൽ ആദ്യമായിട്ട് വിവരാവകാശ കമ്മീഷനായി വന്ന വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള എന്ന് പറയുന്നത്. വജാഹത്ത് ഹബീബുള്ളയാണ് വിവരാവകാശ കമ്മീഷനായ ആദ്യ വ്യക്തി. ഓക്കെ, ആദ്യ വനിതയായിരുന്നു. ആദ്യമായിട്ടൊരു വനിത ഇതിൻ്റെ ചെയർമാനായി വന്നിരിക്കുന്നതാണ് ദീപക് സന്ധു. ദീപക് എന്ന് പറഞ്ഞ പേരൊക്കെ കേൾക്കുമ്പോൾ ആണെന്ന് വിചാരിക്കും. ഇതൊരു പെണ്ണാണ്. ദീപക് സന്ധു ആണ് ആദ്യമായിട്ടൊരു വനിത വിവരാവകാശ കമ്മീഷനായി വന്നത്. സെക്കൻഡ് വനിതയും ചോദിച്ചിട്ടുണ്ട്. അത് സുഷമ സിംഗ് ആണ്. സുഷമ സ്വരാജ് ഒക്കെ ഓപ്ഷൻ ഉണ്ടാകും, പോയി കുത്തരുത്. സുഷമ സിംഗ് ആണ് രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന വനിത. നിലവിലുള്ളത് ആരാണ്? രാജ്കുമാർ ഗോയലാണ് നിലവിലുള്ള വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കണം. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഇതേ വിവരാവകാശ കമ്മീഷൻ ഉണ്ട്. കേരള വിവരാവകാശ കമ്മീഷൻ വന്നിരിക്കുന്നത് 2005. സെയിം പാറ്റേൺ ആട്ടോ. 2005 ഡിസംബർ 19 അതിനകത്ത് ഒരു അംഗവും 10 കൂടാത്ത കമ്മീഷണർമാരാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്ന ആരായിരിക്കും? നേരത്തെ പ്രസിഡന്റ് ആണെങ്കിൽ ഇവിടെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണ്. അതുകൊണ്ട് ആരാണോ നിയമിക്കുന്നത് അവർക്ക് തന്നെ രാജിക്കത്ത് കൊടുത്തൊക്കെ പോകാൻ പറ്റും. ഓക്കെ, കാലാവധി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്ന രീതിയിലായിരിക്കും. നിലവിൽ അത് 3 വർഷം 65 എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവരെ തിരഞ്ഞെടുക്കാൻ ഒരു സമിതി ഉണ്ടല്ലേ? അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ ആരൊക്കെയായിരിക്കും? മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രി, അതുപോലെ തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇവർ ചേർന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ആയിരിക്കും ഈ ഒരു സമിതിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവർ റിപ്പോർട്ട് കൊടുക്കേണ്ട ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഇവർ റിപ്പോർട്ട് കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റത്തെ വിവരാവകാശ കമ്മീഷണറായിരുന്നു പാലാട്ട് മോഹൻദാസ്. വിവരാവകാശ കമ്മീഷനാണ് പാലാട്ട് മോഹൻദാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ അവസാനത്തെ കമ്മീഷണർമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട്, ശ്രദ്ധിക്കണം. വിവരം വരണേ പാൽ കുടിക്കണം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. വിവരാവകാശ കമ്മീഷണറായത് ആദ്യം വന്നത് പാലാട്ട് മോഹൻദാസ്. നിലവിലുള്ളത് വി ഹരിനായരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ ആണോ?
ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി പഠിച്ചു വെച്ച് പോവുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമം 2005 പ്രകാരം 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം ഇന്ത്യൻ വിവരാവകാശ നിയമത്തിൽ വന്നത് എന്നാണ് 2005 ഒക്ടോബർ 12 അത് ശരിയാണെന്നല്ലേ നമ്മൾ പഠിച്ചത്? അത് ശരിയാണ്. അപ്പോൾ 1 എന്തായാലും ഓപ്ഷൻ ഉണ്ടാകാൻ പാടില്ല. 1 ഉള്ളത് അങ്ങോട്ട് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. 1 ഉള്ളത് ഒഴിവാക്കിക്കൂടെ? 1 ഉള്ളത് ഒഴിവാക്കിക്കൂടെ? കാരണം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് എന്നല്ല നമ്മൾ പഠിച്ചത്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക. നിലവിലത് 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ള 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം 2 തെറ്റാണ്. ഇനി 3 നോക്കിയേ. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുക, പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനായിട്ട് നിയമിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്. അപ്പം 3 ശരിയാണ്, 3 തെറ്റാന്ന് പറയുന്നത് ഒഴിവാക്കാം. അപ്പം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കേണ്ട, ഉത്തരം കിട്ടി. 2 മാത്രമായിരിക്കും തെറ്റ്. 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടും കമ്മീഷനുമായി ബന്ധപ്പെട്ടെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. then അടുത്തൊരു ചോദ്യം നോക്കിക്കേ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 145/2025 തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്. അതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഫിലിംസിലും സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. കഴിഞ്ഞ 2025 ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതൽ എക്സാമുകൾക്കും സ്റ്റേറ്റ്മെൻറ്റൊക്കെ അല്ലാതെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടുപഠിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ചോദിച്ചാൽ ഓപ്ഷനിൽ എന്തേ പാടുള്ളൂ? ശരിയായ പ്രസ്താവനകൾ മാത്രമേ പാടുള്ളൂ. തെറ്റായതുള്ളത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ തെറ്റ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. സ്വത്തവകാശം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയ കാലയളവിലല്ല. ആര് കാലയളവിലായിരുന്നു? മൊറാർജിയുടെ കാലഘട്ടമാണ് അല്ലേ? മൊറാർജി. അപ്പോൾ അത് തെറ്റാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ 1 ശരിയാന്ന് പറയുന്നതൊക്കെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. എല്ലാം ശരിയാന്ന് പറഞ്ഞാൽ അതിലൊന്നും പെടും. രണ്ടാമത്തെ നോക്കിക്കേ. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമായ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അത് ശരിയാണ്. ഇവിടെ 3 വായിക്കാതെ രക്ഷയില്ല. നിലവിൽ ഭരണഘടനയുടെ 300A എന്ന് പറയുന്ന വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പം അതും ശരിയാണ്. അപ്പം 2ഉം 3ഉം മാത്രം ശരി. 2ഉം 3ഉം മാത്രമാണ് ശരി എന്നുള്ളതാണ് ഇവിടെ ആൻസറായി വന്നിരിക്കുന്നത്. നമ്മൾ സ്വത്തവകാശത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോയി. സ്വത്തവകാശത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. അതൊന്ന് നോക്കി വെക്കുന്നത് നന്നാവും. ഓക്കെ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്ന് മൗലിക കടമകളിലെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതെന്ന്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം മൗലികാവകാശങ്ങളിലേക്കും മൗലിക കടമകളിലേക്കും പിൻകാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു. ആ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 2002 86-ാം ഭരണഘടനാ ഭേദഗതി. 2002 86-ാം ഭരണഘടനാ ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭേദഗതിയാണ്. 2002 നടന്നൊരു ഭേദഗതിയാണ്. ആ ഭേദഗതിയിൽ 2002 നടന്ന ഈ 86-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ ആ ഭേദഗതിയിൽ ൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 86-ാം ഭേദഗതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 21A എന്ന് പറഞ്ഞിട്ട് ഒരു മൗലിക അവകാശമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഭരണഘടനയിലേക്ക് മൗലിക അവകാശമായി 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, നിർബന്ധിത വിദ്യാഭ്യാസം കൂട്ടിച്ചേർത്തതുപോലെ 51Aയിലാണ് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നത്? മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. ഭാഗം 4A. ആ ഭാഗം 4A 51Aയിൽ പറയുന്ന അത് കെ എന്ന് പറയുന്ന പുതിയ ഒരു 11ാമതായിട്ടുള്ള ഒരു കടമ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് എന്താണ്? വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് രക്ഷിതാക്കളുടെ കടമയാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചെയ്തത്. ആ ഭേദഗതിയിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആയിരുന്നു APJ അബ്ദുൽ കലാം. ഒപ്പുവെച്ച പ്രസിഡന്റ് അബ്ദുൽ കലാം ആയിരുന്നു. APJ അബ്ദുൽ കലാം ആയിരുന്നു എന്ത് ചെയ്തത്? ഇതിനകത്തേക്ക് ഒപ്പുവെച്ച പ്രസിഡന്റ്. ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നു AB വാജ്പേയി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്, കൃത്യമായിട്ട് ചോദിക്കുന്നതാണ്. ഈ ഒരു ഭേദഗതിയും മറക്കാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭേദഗതിയാണ് 86 ഭരണഘടനാ ഭേദഗതി 2002. ഓക്കെ, then അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. നിങ്ങളുടെ സിലബസ് പ്രകാരം പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത്, മൗലിക കടമകൾ എന്ന് പറയുന്നത്. മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൗലിക കടമകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇത്, മൗലിക കടമകൾ ഇല്ലേ. മൗലിക കടമകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൗലിക കടമകൾ എന്ന് പറയുന്നത് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഭാഗമാണ്. ഭരണഘടന വരുന്ന സമയത്ത് 1950 ജനുവരി 26 ഇന്ത്യയിൽ ഒരു ഭരണഘടന വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തൊരു ഭാഗമായിരുന്നു. അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ചെയ്ത ഒരു ഭേദഗതി 42ാം ഭേദഗതിയിലൂടെയാണ് ഇത് എന്ത് ചെയ്തത്, കൂട്ടിച്ചേർത്തത് അല്ലേ. 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തപ്പെട്ട ഒരു ഭാഗമാണ് ഇത് മൗലിക കടമകൾ. മൗലിക കടമകൾ. ഓക്കെ, അങ്ങനെ കൂട്ടിച്ചേർത്ത സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നത് എന്തൊക്കെയാണ് 42ാം ഭരണഘടനയിലൂടെ കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പോൾ ആ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത്. അതിന് നിർദ്ദേശിച്ച കമ്മിറ്റിയായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഭരണഘടനയിലേക്ക് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ആ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി 1976 നടത്തുന്നത്. 76 നടക്കുന്നത്. അത് നിലവിൽ വന്നത് പക്ഷേ 1977 ജനുവരി 3 എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭേദഗതിയൊക്കെ നിലവിൽ വന്നിരിക്കുന്നത്. ക്ലിയർ ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭേദഗതി 76 പാസ്സാക്കി 77 നിലയിൽ വന്നു. അന്ന് നിലയിൽ വന്ന സമയത്ത് 10 കടമകളായിരുന്നു. ആദ്യം എത്ര കടമകളായിരുന്നു? 10 കടമകളായിരുന്നു ആദ്യം. ഓക്കെ, ആദ്യം 10 കടമകളെ ഉണ്ടായിരുന്നുള്ളൂ. 10 കടമകളായിരുന്നു കൂട്ടിച്ചേർത്തത്. ആ കൂട്ടിച്ചേർത്ത സമയത്ത് നമ്മൾ USSRന്റെ ഭരണഘടനയും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാതൃകയാക്കിയിട്ടുണ്ട്. USSR ഓർ റഷ്യൻ ഭരണഘടനയെ മാതൃകയാക്കിയിട്ടാണ് നമ്മൾ കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തത്. അങ്ങനെ 10 കടമകൾ നമ്മൾ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്തു, ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തു. പിൻകാലത്ത് ഒരു കടമയും കൂടി കൂട്ടിച്ചേർത്ത് നിലവിൽ എത്ര കടമയുണ്ട്? നിലവിൽ 10 കടമകളാക്കി മാറ്റി. എത്ര കടമകളാക്കി മാറ്റി? 10 കടമകളാണ് നമ്മുടെ ഭരണഘടനയിലേക്കുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാക്കിയിട്ട് 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഓർമ്മയില്ലേ? അപ്പം പിന്നീട് വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഇത് സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാസ്സാക്കി. അത് 2010 ഈ നിയമം നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. 2010 ഏപ്രിൽ 1 ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം ഇങ്ങനെ ഒരു നിയമം കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട്. അത് 2009 പാസ്സാക്കിയത് നിയമം. 2010 ഏപ്രിൽ 1 എന്ത് ചെയ്തത്, ഇത് നിലവിൽ വന്നത്, ഈ ഒരു നിയമം നിലവിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഈ ഭരണഘടനയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ 11ാമതായിട്ട് എന്ത് ചെയ്തു, ഇത് ഇവിടെ 11-10 എന്ന് എഴുതിയത് 11 കടമയാക്കിയിട്ട് നമ്മൾ ഉയർത്തിയിട്ട് കൊണ്ട് എന്താക്കി, കൂട്ടിച്ചേർത്ത കടമയാണ് ഇത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇതും ക്ലിയർ അല്ലേ? അപ്പോൾ 11 കടമകളാണ് നിലവിൽ ഭരണഘടനയിലുള്ളത്. 11 കടമകളാണ് നിലവിലുള്ളത്. അപ്പോൾ നോക്കി, ഇവിടെ എന്താണ്, മൗലിക കടമകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്നാണ് ചോദ്യം. ഒരു സംശയം വേണ്ട, അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മൾ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അങ്ങനെ നമ്മൾ ഭരണഘടനയിലേക്ക് എന്ത് ചെയ്യാണ്, ഭരണഘടനയിലേക്ക് നമ്മൾ പുതിയൊരു ഭാഗം കൂട്ടിച്ചേർക്കുകയാണ്. ഏത് ഭേദഗതിയിലൂടെ? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അങ്ങനെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമായി കൂട്ടിച്ചേർത്താണ് 4A എന്ന് പറയുന്നത്. ഏത് ആർട്ടിക്കിളാണ്? ഭാഗമാണ് 4A എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തത്. ഏതൊരു ഭാഗമായിക്കോട്ടെ, ഏതൊരു ആർട്ടിക്കിൾ ആയിക്കോട്ടെ, പുതിയതായിട്ട് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തുണ്ടാകുകടാ, അതിൻ്റെ കൂടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകും കേട്ടോ. ഒരു ക്യാപിറ്റൽ ലെറ്ററും കൂടി ഉണ്ടാവുന്നതായിരിക്കും എന്ത്, ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന പുതിയ ഭാഗവും ആർട്ടിക്കിളും. ഓക്കെ, അപ്പോൾ പുതിയതായി കൂട്ടിച്ചേർത്താണല്ലോ ഇത് നമ്മുടെ ഭരണഘടനയിലേക്ക് പുതിയതായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഭാഗമാണല്ലോ ഏത്, മൗലിക കടമകൾ. അപ്പോൾ അതിനും കൂടി ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവും. അതാണ് 4A എന്ന് പറയുന്നത്. 4A എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളും കൂടി ഉണ്ടായിരുന്നു. അത് 51A ആയിരുന്നു. 51Aയിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ആർട്ടിക്കിളാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്?
51A ആണ്. 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഓക്കെ, 11 കടമകളാണ് നമുക്കുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കണം. എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു പൗരന് ചെയ്യാനുള്ള കടമകൾ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതൊന്ന് നോക്കാം. എന്തൊക്കെയാണ് കടമകളെക്കുറിച്ച് പറയാനുള്ളത്? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കടമകളാണ്. അപ്പോൾ 1976 ഭരണഘടനയുടെ 42ാമത് ഭേദഗതിയിലൂടെ 76 നമ്മൾ എന്ത് ചെയ്തു? മൗലിക കർത്തവ്യങ്ങൾ ഒരു പട്ടിക ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നതായി അപ്പോൾ താഴെ സൂചിപ്പിക്കുന്നു. ഭരണഘടനയെ അനുസരിക്കുക. ആദ്യത്തെ എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു ഏത് ആർട്ടിക്കിളാണ് കൂട്ടിച്ചേർത്തത്? 51A അല്ലേടാ, 51A അല്ലേ കൂട്ടിച്ചേർത്തത്? ആ 51A 11 കടമകളല്ലേ ഇപ്പോൾ ഉള്ളത്? അതായത് സ്മോൾ ലെറ്റർ A മുതൽ K വരെ, ABCDEFGHIJK അങ്ങനെ 11ാമത്തേതായിട്ട് കെയും. ടോട്ടൽ 11 എണ്ണാണുള്ളത്. അതിൽ A ആണെന്ന് പറയുന്നത് 51A A ആണ്. 51A ആണെന്ന് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യണം? സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ് അല്ലേ. ആ സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ഒക്കെ നമ്മൾ ആദരിക്കണമെന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന 51A A. ഓക്കെ, ബി എന്താ പറയുന്നത്? ബി പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിക്കുക അല്ലേ. സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ ആദർശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പരിപോഷിക്കണം. അതുപോലെ തന്നെ അത് പിന്തുടരണം എന്ന് പറയുന്നതാണ് 51A B ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സെറ്റാണോ? അതും ക്ലിയർ അല്ലേ? ദെൻ സി എന്താ പറയുന്നത് നോക്കിയേ. സീൽ പറയുന്നത് ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും വേണം. നമ്മുടെ ഐക്യവും അഖണ്ഡതയും നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്തണം. രാജ്യത്തിനൊരു ഐക്യവുമുണ്ട്, അഖണ്ഡതയുണ്ട്, അത് നമ്മൾ നിലനിർത്തണമെന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത നോക്കിയേ. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. രാജ്യത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ പൗരന്മാരുടെയും കടമയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളോട് എന്ത് പറയുകയാണ്? രാജ്യസേവനത്തിന് ആവശ്യമായിട്ട് നമ്മളെ സേവനം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പട്ടാളക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളില്ലേ നമ്മുടെ രാജ്യത്തിനെ എന്ത് ചെയ്യുന്നത്? സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ പട്ടാളക്കാരെന്ന് പറയുന്നത് ലിമിറ്റഡ് ആളുകളല്ലേ. അപ്പോൾ അവരുടെയും ഓവർകം ചെയ്തുകൊണ്ട് ആ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഈ സാധാരണ പൗരന്മാരെയാണ് പിന്നീട് രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ വിളിക്കുക. അപ്പോൾ ആ രാജ്യത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എന്താണ്? കടമയാണ്. ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മളോട് അത് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അനുഷ്ഠിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത കടമയായിട്ട് പറയുന്നത്. കടമകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി, അങ്ങനെ ചോദിക്കാറുണ്ട്. then അടുത്ത പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി, അതായത് നമ്മുടെ രാജ്യത്ത് പല ജാതിയുണ്ട്, പല മതമുണ്ട് അല്ലേ. പല വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. പല ടൈപ്പ് ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അല്ലേ. മതങ്ങൾ ഒരുപാടുണ്ട്, ഭാഷകൾ ഒരുപാടുണ്ട്, പല കളറിലുള്ള ആളുകളുണ്ട്. അപ്പം പല വൈവിധ്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരുപാട് വൈവിധ്യമുള്ള ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ എന്ത് വേണം? സൗഹാർദ്ദവും പൊതുവായ സഹോദര മനോഭാവം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യ മനോഭാവം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഇവിടെ വരുന്ന ഒരു തമിഴനെ നോക്കിയിട്ട് ഓൻ തമിഴനാണ്, അങ്ങനത്തെ ഒരു വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. ബംഗാളി, അങ്ങനത്തെ ഒരു വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഇന്ത്യക്കാരാണ്, ഒരു സഹോദരന്മാരാണ് എന്നുള്ളൊരു മനോഭാവം നമ്മൾ പുലർത്തണം. അതുപോലെ സ്ത്രീകളുടെ അന്തസ്സിന് വരുത്തുന്ന ആചാരങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. 51 പറയുന്നതാണ്. ആണിത്. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? സഹോദര്യ മനോഭാവം പുലർത്തണം. അതുപോലെ തന്നെ സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ഒരു ആചാരവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊണ്ടുവരക്കാൻ പാടില്ല എന്ന് പറയുന്നു. അടുത്തത് പറയുന്നു നോക്കേ. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യാം. നമ്മുടെ രാജ്യത്തിന് ഒരു പാരമ്പര്യമുണ്ട്, ഭാരതീയ പാരമ്പര്യം അല്ലേ. ആ പാരമ്പര്യം നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്തി പോരണം. നമ്മുടെ രാജ്യത്തിന്റെ മതീയ ആദർശങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നിലനിർത്തി പോരാ. അടുത്തായി പറയുന്നത് എന്താണ്? വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതി എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. പ്രകൃതി നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം അല്ലേ. പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. അത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ ജീവികളോട് നമ്മൾ എന്ത് കാണിക്കണം? കാരുണ്യം നിലനിർത്തണം. ജീവികളോടൊക്കെ നമ്മൾ കാരുണ്യം നിലനിർത്തുക. ഓക്കെ, ഇതൊക്കെ നമ്മുടെ എന്താണ്? കടമയാണ്. ദെൻ ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. ഓരോ
പൗരന്മാരെന്ത് ചെയ്യണം? ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ടുവരണം. ശാസ്ത്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ മാനവികതയും അന്വേഷണത്തിലുള്ള പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിച്ചു കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉയരുമ്പോഴാണ് രാജ്യത്തിനും അതിൻ്റെതായ പുരോഗതി. ഇപ്പോൾ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് AI വരെയുള്ള കാലഘട്ടമാണ്. അപ്പം ഓരോ മനുഷ്യൻ്റെയും എന്താണ് മൈൻഡിനെ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അല്ലേ? ശാസ്ത്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വലിയ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ പൗരന്മാരും ഓരോ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ശാസ്ത്രീയപരമായിട്ട് ഉയർത്തുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതിനുള്ള എന്താണ് ഫലം കിട്ടുന്ന ആർക്ക് തന്നെയാണ്? രാജ്യത്തിന് തന്നെയാണ് അല്ലേ? അപ്പം അത് നമ്മൾ ഉയർത്തി കൊണ്ടുവരണം. പൊതുസ്വത്ത് സംരക്ഷിക്കുക, പൊതുസ്വത്ത് പരിരക്ഷിക്കുക, അതുപോലെ തന്നെ ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുക. ഓക്കെ, പൊതുസ്വത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാൻ പാടില്ല, അത് നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ നമ്മുടെ രാജ്യത്ത് നമ്മൾ എന്തുണ്ടാക്കാൻ പാടില്ല? ഒരു അക്രമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇതൊക്കെ ഏതൊക്കെ കടമകളാണ്? ഇതൊക്കെ നമ്മളെ കടമകളാണ് എന്ന് അറിഞ്ഞാൽ മതി. കാരണം നിങ്ങളോട് ചോദിക്കുക, താഴെ തന്നിരിക്കുന്നതിൽ മൗലിക കടമകളിൽ പെടാത്തത് ഏതെന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അവിടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കടമകളും പറഞ്ഞു പോകുന്നത്. ദെൻ രാഷ്ട്രം യജ്ഞത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലത്തിലേക്ക് നിരന്തരം ഉയർത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലത്തിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ഓക്കെ, രാഷ്ട്രം യജ്ഞത്തിൻ്റെയും ലക്ഷ്യപ്രായത്തെയും ഉന്നത തലത്തിലേക്ക് നിരന്തരം ഉയർത്തക്കവണ്ണം രാഷ്ട്രത്തിനെ ടോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, രാഷ്ട്രത്തിനെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വ്യക്തിപരവും കൂട്ടായമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. നമ്മൾ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോരുത്തരുമായിട്ട് കഴിവ് ഡെവലപ്മെൻറ്റ് ചെയ്തു പോകുമ്പോൾ അതിപ്പോൾ ഒരാളായിക്കോട്ടെ ഒരു ടീം ആയിക്കോട്ടെ, ഒരു ടീമായി പോയാൽ പോലും എന്താണ് അത് അവസാനം ആർക്ക് തന്നെയാണ് ഗുണമാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രത്തിന് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ, അവൻ എന്താണ് അല്ലെങ്കിൽ വൈഭവ് സൂര്യവംശി എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു 15-കാരൻ അവൻ്റെ കഴിവ് പരിപോഷിക്കുന്നതിലൂടെ അവന് മാത്രമല്ല ആ ഒരു ഗുണം ആർക്കും കൂടി കിട്ടുകയാണ്, രാജ്യത്തിനും കൂടി കിട്ടുകയാണല്ലേ. അപ്പോൾ സ്വന്തം അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവന്ന് അതിലൂടെ രാഷ്ട്രത്തിന് നല്ല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കണം, ഉയരത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ കടമയാണ്. ദെൻ അവസാനത്തേത് 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ എന്ത് നൽകണം? വിദ്യാഭ്യാസത്തിന് അവസരം നൽകണം, വിദ്യാഭ്യാസം നൽകണം. ഇതൊക്കെയാണ് എന്ത് മൗലിക കടമകളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 11 മൗലിക കടമകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. കാണാപ്പാടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ നമ്മുടെ കടമകളാണ്, രാജ്യത്തിലേക്ക് നമ്മൾ ചെയ്യേണ്ട, രാഷ്ട്രത്തിനോട് നമ്മൾ ചെയ്യേണ്ട കടമകളാണ് എന്നുള്ളതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സാമിന് അങ്ങനെയാണ് ചോദിക്കുക, താഴെ തന്നിരിക്കുന്നതിൽ കടമയിൽ പെടാത്തത് ഏതെന്ന്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ഓക്കെ ആണേ? അപ്പോൾ ആ ഒരു പോയിന്റും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന്, ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദ്യം. ലോക മനുഷ്യാവകാശ ദിനം. ഓക്കെ, നമ്മുടെ ലോകത്തിന് 1948 ഡിസംബർ 10-നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നമ്മുടെ UN ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആരുടെ ഭാഗത്തു നിന്നാണ്? UN, ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് അല്ലേ? പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഈ 48 ഡിസംബർ 10-ന് അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതുകൊണ്ട് ഈ ഡിസംബർ 10 എന്തായിട്ട് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുക. അപ്പം ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്ന ഏത് ഡേറ്റാണ്? ഡിസംബർ 10 മാറിപ്പോകരുത്. സ്ഥിരം ചോദിക്കുന്ന പ്രിലിംസ് എക്സാമുകൾക്കൊക്കെ നിരന്തരമായി കാണുന്ന ഒരു ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പം ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്, നമുക്ക് കാണാം. ഓക്കെ, ഇതിനടുത്ത് എന്താണ്? ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്ന്. ത്രിവർണ്ണ പതാക നമ്മുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചതെന്ന് നമ്മൾ പഠിച്ചാണല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് പതാകയെക്കുറിച്ച്. അത് അംഗീകരിച്ചിരിക്കുന്നത് 1947 ജൂലൈ 22-നാണ്. 47 ജൂലൈ 22-നാണ് ഇത് അംഗീകരിച്ചത്. ഓക്കെ, പതാകയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറ്റൊരു ഡേറ്റും കൂടി അറിഞ്ഞിരിക്കേണ്ടത്, അത് 2002 ജനുവരി 26-ആണ്. 2002 ജനുവരി 26-ആണ്. കാരണം ഈ 2002 ജനുവരി 26-ആണ് എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ പതാക നിയമം എന്ന് പറയുന്ന ഒരു നിയമം വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. പതാക നിയമം, ആ പതാക നിയമം നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നത് 2002 ജനുവരി 26-നാണ്. ഓക്കെ, ആ പതാക നിയമപ്രകാരമാണ് ഇന്ത്യയിൽ പതാകകൾ എന്താണ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷകൾ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ പതാകകൾ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പതാക കോഡിലൂടെയാണ്, ഇന്ത്യൻ ഫ്ലാഗ് കോഡ് എന്ന് പറയുന്ന നിയമത്തിലൂടെയാണ്. ഇതിനകത്ത് ഭാഗങ്ങൾ 3 ഉണ്ട്. എത്ര ഭാഗമാണ് പതാക നിയമത്തിലുള്ളത്? ഭാഗം 3-ആണ്. ഈ പതാക നിയമപ്രകാരം നമുക്കറിയാം എന്താണ് ഈ പതാക നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3
തട്ടായിട്ട് ഇല്ലേ എന്താണ് ത്രിവർണ്ണ പതാകയാണ്, നടുക്കൊരു അശോക ചക്രമാണുള്ളത്. അതിന് കൃത്യമായ നീളം വീതി അംശബന്ധം കൊടുത്തിട്ടുണ്ട്. അത് 3:2 3:2 എന്ന അംശബന്ധത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പതാകകൾ നിർമ്മിക്കാൻ പറ്റുക. നീളം ഇഷ്ടു വീതിയാണ് കേട്ടോ, മാറിപ്പോകരുത്, നീളം ഇഷ്ടു വീതി. ഇത് തിരിച്ച് PSC ചോദിക്കാറുണ്ട്. വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ അത് 2:3 ആയിരിക്കും, മാറിപ്പോയി. ഇതെന്താണ്, നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് 3:2 ഈ ഒരു റേഷ്യോ പ്രകാരം നമുക്ക് 9 രീതിയിലാണ് പതാക നിർമ്മിക്കാൻ പറ്റുക. 9 അളവിൽ നമുക്ക് പതാകകൾ നിർമ്മിക്കാൻ പറ്റും. അതിൽ ഏറ്റവും ചെറിയ അളവാണ് 150 × 100 150 × 100 mm ആണ് ഏറ്റവും ചെറുത്. അതിന് തൊട്ട് മുകളിലുള്ളതാണ് 225 × 150 225 × 150 mm. ഓക്കെ, അതിന് കഴിഞ്ഞിട്ടുള്ളതാണ് 450 × 300 mm 450 × 300 mm എന്നിങ്ങനെ 3 അളവുകളാണ് ഏറ്റവും ചെറുതായിട്ടുള്ളത്. ഏറ്റവും വലിയ അളവാണ് 6300 × 4200 എന്നുള്ളൊരു മില്ലിമീറ്റർ. 6200 × 4300 എന്നുള്ളൊരു മില്ലിമീറ്റർ ആണ് ഏറ്റവും ചെറിയ, ഏറ്റവും വലിയ മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അതിൽ ഈ 150 mm നീളമുള്ളതാണ് എന്തിലുപയോഗിക്കുന്നത് മേശപ്പുറത്ത് വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ ഇരിക്കുന്ന മേശപ്പുറത്ത് നമ്മളൊരു ദേശീയ പതാക കാണില്ലേ, ആ പതാകയുടെ അളവാണ് 150 × 100. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഈ അളവൊക്കെ ഈ 3 അളവാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ 3 അളവ് നിയമത്തിൽ എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫ്ലാഗ് കോഡിൽ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. then 225 × 150 എന്നുള്ളത് മോട്ടോർ കാറിനകത്താണ് അല്ലേ. ഇപ്പോൾ രാഷ്ട്രപതിയും ഗവർണറൊക്കെ പോകുന്ന കാറിൻ്റെ മുകളിൽ ഒരു പതാക കാണൂലേ, ആ പതാകയുടെ അളവാണ് 225 × 150. ഇതെന്താണ് 450 × 300 എന്നുള്ളത് VVIP വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന VVIP വിമാനങ്ങളുടെ മുകളിൽ നിങ്ങൾക്ക് ഒരു ഇന്ത്യയുടെ പതാക പതിച്ചതായിട്ട് കാണാം. ആ പതാകയുടെ അളവാണ് 450 × 300 എന്നുള്ളത്. ക്ലിയർ ആണോ മനസ്സിലായോ? അപ്പം ത്രിവർണ്ണ പതാക അംഗീകരിച്ചിരിക്കുന്നത് എന്നാണ് 47 ജൂലൈ 22 സ്വാതന്ത്ര്യത്തിന് മുമ്പ് അംഗീകരിച്ചിട്ടുണ്ട്. 47 ജൂലൈ 22 ഫ്ലാഗ് കോഡ് വന്നതെന്നാന്ന് ചോദിച്ചാൽ അത് 2002 ജനുവരി 26 ഓർത്തിരിക്കുക. ഫ്ലാഗ് കോഡിൽ 3 ഭാഗങ്ങളാണ്. അത് പ്രകാരം 3:2 എന്നുള്ള അളവിലാണ് പതാക നിർമ്മിക്കുക. 9 അളവിൽ നമുക്ക് പതാകകൾ നിർമ്മിക്കുക എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ദേശീയ ഗീതം രചിച്ചത് ആര് എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. ദേശീയ ഗീതം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ, വന്ദേ മാതരമാണ്. ദെൻ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. നോക്കി 2024 പ്രിലിംസിന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. വിവരാവകാശ കമ്മീഷൻ്റെ വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവനയാണ്. തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണെന്ന് പറഞ്ഞാൽ ഓക്കെ ആണല്ലേ. MKSS ഓർമ്മയുണ്ടല്ലോ, അതാണ് പ്രവർത്തിക്കുന്നത്, രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണ്. ശരിയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സംഘടനയാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. ശരിയല്ലേ? മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്ന സംഘടനയാണ് അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇതിന് അടുത്ത് എന്താണ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്നത്. ശരിയല്ലേ? അപ്പോൾ അതൊക്കെ ശരിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 3 ശരിയാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? then അടുത്ത നോക്കിക്കേ, അടുത്തെന്താ പറയുന്നത്? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടനയിൽ 25 മുതൽ 28 വരെയുള്ള കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തറിയാം? 25 മുതൽ 28 വരെ പറയുന്ന എന്തിനെ കുറിച്ചാണ്? മതസ്വാതന്ത്ര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മേഖലയാണ് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 25 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമതം സ്വീകരിക്കാം അല്ലേ? ഇഷ്ടമതം സ്വീകരിക്കാം, അത് പ്രചരിപ്പിക്കാം. ഇഷ്ടമതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകുന്നതാണ് ആർട്ടിക്കിൾ 25. ഓക്കെ, 26 പ്രകാരം ആർട്ടിക്കിൾ 26 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപനം രൂപീകരിക്കാം അല്ലേ? സ്ഥാവര ജംഗമ വസ്തുക്കൾ, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ സ്ഥലമൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് അക്വയർ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം 25 മുതൽ എന്താണ്? 25 പ്രകാരം നമുക്ക് മതസ്വാതന്ത്ര്യം ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, അത് പ്രചരിപ്പിക്കാം. 26 പ്രകാരം
എന്താണ് സ്ഥാപനങ്ങൾ രൂപീകരിക്കാം, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ രൂപീകരിക്കാം, സ്ഥലം അക്വയർ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. ദെൻ 27-ാം ആർട്ടിക്കിൾ പ്രകാരം മതകാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നികുതി നിർബന്ധിക്കാൻ പാടില്ല. മതകാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നികുതി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഇത് 27-ൽ പറയുന്ന ആർട്ടിക്കിൾ. ദെൻ 28 പറയുന്നത് എന്താണ്? 28 പറയുന്നത് പൂർണ്ണമായും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന, പൂർണ്ണമായും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതപഠനം പാടില്ല. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? അപ്പം 25 ഇഷ്ടമതം സ്വീകരിക്കാമെന്നത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. 26 സ്ഥാപനം രൂപീകരിക്കാം, മതസ്ഥാപനങ്ങൾ രൂപീകരിക്കാനും മതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. 27 മതകാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നികുതി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. 28 എന്താണ്? പൂർണ്ണമായും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതപഠനം പാടില്ല എന്ന് പറയുന്നതാണ് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭാഗം അല്ലേ. അതിൽ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന അവകാശമാണ്. ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന അവകാശമാണ് മതസ്വാതന്ത്ര്യം. അതും കൂടി ഓർത്തിരിക്കാം. ഇഷ്ടമളം എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, പെടാത്തത്. അപ്പോൾ തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 തരുന്നുണ്ടോ? തരുന്നില്ലേ? നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ, 25 ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് ശരിയാണ്, ഒന്ന് ശരിയാണ്. ദെൻ രണ്ടാമത് നോക്കിയേ, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവരജംഗമ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ സ്ഥലങ്ങൾ അല്ലേ. ഇപ്പം ഓരോ സ്ഥലങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആർജിക്കാനൊക്കെ അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ അതും ശരിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ 26-ാം ആർട്ടിക്കിൾ പ്രകാരം അതിനുള്ള അവകാശവും നൽകുന്നുണ്ട്. അപ്പോൾ രണ്ടും ശരിയാണ്. അപ്പോൾ 2 തെറ്റാന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ദെൻ മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിനും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് എന്ത് ചെയ്യുന്നു? നിരോധിക്കുന്നു. മതപഠനം നിരോധിക്കുന്നു. അതും ശരിയല്ലേ? അതും ശരിയാണ്. 3ഉം ശരിയാണ്. ദെൻ 3 ഉള്ളത് ഒഴിവായിക്കൂടെ? അപ്പം തന്നെ ആൻസറായി. നാലാമത്തത് തെറ്റായിരിക്കും. എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും സ്ഥാപിക്കുന്നതിനുമുള്ള അവകാശം. ന്യൂനപക്ഷ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കേണ്ടത്, നമ്മുടെ ഭരണഘടനയിൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് മൗലികാവകാശങ്ങളിൽ പറയുന്ന ഭാഗമാണ് ഏത് ഭാഗം? ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്ന ഭാഗമാണ് സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. അതുപോലെ തന്നെ സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം എന്ന് പറയുന്ന ഭാഗത്താണ് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ആ ആർട്ടിക്കിൾ പറയുന്നത് 29, 30 ആണ്. 29, 30 ആർട്ടിക്കിളാണ് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളിൽ പെടുത്തുന്ന ആർട്ടിക്കിൾസ്. ഓക്കെ, അതിൽ ആർട്ടിക്കിൾ 29 ആണ് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? സംരക്ഷിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനും അവകാശം കൊടുക്കുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനും അവകാശം കൊടുക്കുന്നത് ആർട്ടിക്കിൾ 30ഉം. 29-ാം ആർട്ടിക്കിൾ പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ജാതി, മതം, ഭാഷ, ലിപി, സംസ്കാരം എന്നിവ എന്ത് ചെയ്യാം? സംരക്ഷിക്കാൻ അവകാശം കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ 4-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഏതാണ്? ആർട്ടിക്കിൾ 30 ആണ്. അത് മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നതല്ല, ന്യൂനപക്ഷ അവകാശത്തിൽ പെടുന്നതാണ്. അപ്പം 4 തെറ്റാണ്. ക്ലിയർ ആണോ? അപ്പം അങ്ങനെ നമുക്ക് ആ ആൻസറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ ഒരു ചോദ്യം നോക്കിയേ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട്, വീണ്ടും മൗലിക കടമകളാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരിയായതെന്ന് പറയുമ്പോൾ 1950-ൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 50-ൽ വന്ന ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പറഞ്ഞ പരാമർശമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? പിന്നീട് കൂടിച്ചേർത്തല്ലേ? അത് ശരിയാണ്. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. സർക്കാരിയ കമ്മീഷൻ എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ലല്ലോ. ഏതാ? സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലേ? അപ്പൊ അത് തെറ്റാണ്. അപ്പൊ 2 ശരിയാന്ന് പറയുന്നൊക്കെ ഒഴിവാക്കിക്കൂടെടാ. 2 തെറ്റല്ലേ? 2 ശരിയാന്ന് പറയാൻ പാടുണ്ടോ? 2 തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ബി ആയിരിക്കും ആൻസർ. അപ്പൊ ഓരോ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉത്തരത്തിലേക്ക് വരിക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ തെറ്റായത് എന്താണ്? ഓപ്ഷന് ശരിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. അപ്പൊ എന്തായാലും 3-ാമത്തെ ശരിയായിരിക്കും. നമ്മൾ വായിച്ചിട്ട് പോലും ഇല്ല, അത് ശരിയായിരിക്കും. കാരണം നോക്കിക്കേ, 76-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ശരിയാണ്.
അതും ശരിയാണ്. പിന്നീടാണ് 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നമുക്കറിയാം മനുഷ്യാവകാശ കമ്മീഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ? അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആണല്ലോ. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് നിങ്ങൾക്കൊരു നിയമം ഉണ്ടാവും. ആ നിയമമാണ് ഏത് നിയമമാണ്? ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഏത് നിയമമാണ്? ആ പേരെന്നെ ഓർത്ത് വെച്ചോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഓക്കെ, അത് വന്നിരിക്കുന്നത് 1993 അപ്പോൾ ഈ നിയമത്തിൻ്റെ പേര് എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ്. ഈ നിയമപ്രകാരമാണ് എന്ത് വന്നിരിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നു? മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് ഇത്, നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന നിയമത്തിനകത്ത് 8 അധ്യായമുണ്ട്. 8 അധ്യായവും അതുപോലെ തന്നെ 43 വകുപ്പാണുള്ളത്. 43 വകുപ്പും നിറഞ്ഞു നിൽക്കുന്നതാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ആ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ഏത് വന്നിരിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷനും വന്നിരിക്കുന്നത്. ഓക്കെ, ഈ നിയമം പാസ്സാക്കുന്നത് 1993 സെപ്റ്റംബർ 28-നാണ് നിയമം വന്നിരിക്കുന്നത്. ഓക്കെ, ഈ നിയമപ്രകാരം കമ്മീഷൻ നിലയിൽ വന്നിരിക്കുന്ന ഏത് വർഷമാണ്? 1993 ഒക്ടോബർ 12-നാണ്. ഇത് മാറിപ്പോകരുത്. നിയമം വന്നിരിക്കുന്നത് 93 സെപ്റ്റംബർ 28-നും കമ്മീഷൻ വന്നിരിക്കുന്നത് 93 ഒക്ടോബർ 12-നുമാണ് ഈ കമ്മീഷൻ വന്നിരിക്കുന്നത്. ക്ലിയർ ആണ്? ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു കമ്മീഷനാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? മാനവ് അധികാർ ഭവനാണ്. മാനവ് അധികാർ ഭവൻ. ഈ മാനവ് അധികാർ ഭവന്റെ പഴയ പേരായിരുന്നു ഏത്? സർദാർ പട്ടേൽ പട്ടേൽ ഭവനായിരുന്നു പഴയ പേര്. ഓക്കെ, ഇതിനൊരു ആപ്തവാക്യമുണ്ട്. ആപ്തവാക്യം എന്താണ്? ആപ്തവാക്യം സർവ ഭവന്തു സുഖിന എന്നതാണ് ഇതിൻ്റെ ആപ്തവാക്യം. മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷനിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ഒരു ഒരു ഭേദഗതി പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? അംഗങ്ങളുടെ എണ്ണമൊക്കെ മാറ്റി ഉയർത്തിയിട്ടുണ്ട്. ടോട്ടൽ എത്ര അംഗങ്ങളാണ്? അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? അംഗങ്ങൾ 6 പേരാണ്. 6 പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടാവുക. അതായത് ഒരു ചെയർമാൻ പ്ലസ് 5 കമ്മീഷണർമാരും. അത് ഒരു മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണറും അതുപോലെ തന്നെ 5 കമ്മീഷണർമാരുമാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് കൂടാതെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് 7 എക്സ് ഒഫീഷ്യോ. 6 അംഗങ്ങൾ കൂടാതെയാണ് കേട്ടോ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. എന്താണ് ഈ എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ? ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കമ്മീഷനിൽ നിലനിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കില്ല. അവർ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഒക്കെ ചുമതലകളുള്ള ആളുകളായിരിക്കും. ആ ചുമതലയോടൊപ്പം ഇതിൻ്റെ കൂടി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവർ എക്സ് ഒഫീഷ്യോ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് 7 പേരുണ്ട്. ഓക്കെ ആണ്, അത് ആരൊക്കെയാണെന്ന് നമുക്ക് പറയാം. അത് കൂടാതെ ഒരു സെക്രട്ടറി ജനറലും ഉണ്ടാവും. സെക്രട്ടറി ജനറലും കൂടി ഉണ്ടാവും. ക്ലിയർ ആണ്? അപ്പോൾ 6 ആകെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, 6 ആണ്. അതൊരു ചെയർമാനും പ്ലസ് 5 കമ്മീഷണർമാരാണ്. ദെൻ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ചോദിച്ചാൽ അത് 7 ആണ്. അത് കൂടാതെ ഇതൊന്നും കൂടാതെ ഒരു സർക്കാർ ഭാഗത്തു നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനും കൂടി ഉണ്ടാവും. ഇതിൻ്റെ CEO ആയിട്ട് കാര്യനിർവഹണ ഉദ്യോഗസ്ഥനായിട്ട് പ്രവർത്തിക്കുന്ന സെക്രട്ടറി ജനറലും ഉണ്ടായിരിക്കും. ഓക്കെ ആണ്. അതിൽ ചെയർമാൻ്റെ ഇതിന് ഒരു ചെയർമാൻ പറഞ്ഞല്ലോ. ആ ചെയർമാൻ ആവണമെങ്കിൽ നമുക്കറിയാം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജോ ആയ ഒരാൾക്ക് മാത്രമേ എന്താൻ പറ്റുള്ളൂ? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആവാൻ പറ്റുള്ളൂ. പണ്ട് കാലത്ത് നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ ആവാൻ പറ്റുള്ളായിരുന്നു. ഭേദഗതിക്ക് ശേഷം ഒരു ജഡ്ജിനും കൂടി ആവാമെന്നുള്ളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജോ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്താൻ പറ്റുള്ളൂ? മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആവാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവരെ തെരഞ്ഞെടുക്കാൻ ഈ സമിതിയിലുള്ള അംഗങ്ങളിൽ 6 അംഗങ്ങൾ, ആ 6 അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ ഒരു സമിതിയുണ്ട്. ആ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഒന്നാമത്തെ ആളാണ് ഇതിന്റെ ചെയർമാൻ. അത് പ്രധാനമന്ത്രിയാണ്. അതാരാണ്? പ്രധാനമന്ത്രി ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന 6 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമിതിയുടെ ചെയർമാൻ. ഓക്കെ, ദെൻ അത് കൂടാതെ ആഭ്യന്തരമന്ത്രി ഉണ്ടാവും. കേന്ദ്ര
ആഭ്യന്തരമന്ത്രി ഈ സമിതിയിൽ ഒരു അംഗമാണ്, ആഭ്യന്തരമന്ത്രി. അതുകൂടാതെ ആരുണ്ടാകും? ലോകസഭാ സ്പീക്കർ ഉണ്ടാവിട. ലോകസഭാ സ്പീക്കർ ഈ പറഞ്ഞിരിക്കുന്ന സമിതിയിൽ അംഗമാണ്, സ്പീക്കർ. ദെൻ അതുകൂടാതെ ആരാണ്? ലോകസഭ പ്രതിപക്ഷ നേതാവ്, ലോകസഭാ പ്രതിപക്ഷ നേതാവ്. അതുപോലെ തന്നെ രാജ്യസഭ ഉപാധ്യക്ഷൻ, അധ്യക്ഷനല്ല കേട്ടോ, ശ്രദ്ധിക്കണം. അധ്യക്ഷൻ ആരാണ്? നമ്മുടെ ഉപരാഷ്ട്രപതി അല്ലേ? അധ്യക്ഷനല്ല ഈ സമിതിയിൽ ഉണ്ടാവുക, അത് ഉപാധ്യക്ഷനാണ്. അതുകൂടാതെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഓക്കെ, ഈ അംഗങ്ങളാണ്, ഈ സമിതിയാണ് എന്ത് ചെയ്യുക, ആരൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളായി വേണ്ടത് എന്നുള്ളൊരു സെലക്ഷൻ നടത്തുക. ആരൊക്കെയാണ് അതിലുള്ളത്? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഓക്കെ, ഈ സമിതിയുടെ ചെയർമാനാണ് ആര്? പ്രധാനമന്ത്രി. ഓക്കെ, അങ്ങനെ ഇവർ തെരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഈ 6 അംഗങ്ങളെ നിയമിക്കുന്നത് ആരായിരിക്കും? ഇവർ തെരഞ്ഞെടുത്ത് കൊടുക്കുന്നു. ആ 6 അംഗങ്ങളെ നിയമനം നടത്തുന്ന ആരാണ്? അത് പ്രസിഡന്റ് ആയിരിക്കും. നിയമിക്കുന്നത് എപ്പോഴാരാണ്? പ്രസിഡന്റാണ്. നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? നിയമിക്കുന്ന ആൾക്കാണ് നമ്മൾ രാജിക്കത്ത് കൊടുക്കുക, അത് പ്രസിഡന്റിനാണ്. ഓക്കെ, കാലാവധി ശ്രദ്ധിക്കണം. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? പുതിയ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഓക്കെ, ഇവർ ഈ കാലാവധി കഴിഞ്ഞാൽ എന്താണ്? പുനർനിയമിക്കാം, കുഴപ്പമൊന്നുമില്ല. പുനർനിയമനം ഉണ്ട്, പുനർനിയമിക്കാം. ദെൻ ഇവർ റിപ്പോർട്ട് കൊടുക്കണം. ഇവർ എല്ലാ വർഷം എന്ത് ചെയ്യണം? ഒരു റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനാണ്. കാരണം എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഗവൺമെന്റുകൾക്കാണ് സാധാരണഗതിയിൽ. ഓക്കെ, അപ്പോൾ 6 അംഗങ്ങളുണ്ട്. അതുകൂടാതെ എന്തുണ്ട്? 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട് അല്ലേ? 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ആ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരാന്നൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, PSC ചോദിക്കാറുണ്ട്. ആ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ഒന്ന് നമുക്കറിയാം, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ബാലാവകാശ കമ്മീഷൻ, വനിതാ ബാലാവകാശ കമ്മീഷൻ. അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, SC കമ്മീഷൻ, ST കമ്മീഷൻ, OBC കമ്മീഷൻ, SC കമ്മീഷൻ, ST കമ്മീഷൻ, OBC കമ്മീഷൻ. അതുപോലെ തന്നെ ഭിന്നശേഷി കമ്മീഷൻ. ഈ കമ്മീഷനുകളുടെ ഒക്കെ എന്താണ്? ചെയർമാൻമാരായിരിക്കും ഇതിനകത്തുള്ള എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാവുക. ആ 7 എക്സ് ഒഫീഷ്യോ കമ്മീഷൻ അംഗങ്ങൾ എന്ന് പറയുന്നത് വനിതാ കമ്മീഷന്റെയും ബാലാവകാശ കമ്മീഷന്റെയും ന്യൂനപക്ഷ കമ്മീഷന്റെയും SC, ST, OBC ആൻഡ് ഭിന്നശേഷി കമ്മീഷനുകളുടെയും ചെയർമാൻമാരായിരിക്കും. ഓർത്തിരിക്കുക, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. അതുപോലെ തന്നെ ഇതെന്താണ്? ഇത് നമ്മൾ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു സിവിൽ കോടതിയുടെ അധികാരത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ഇവർക്ക് എന്ത് ചെയ്യാം? മനുഷ്യാവകാശ ലംഘനം നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കേസുകൾ ഏറ്റെടുക്കാം. പരാതി സ്വീകരിച്ചും അല്ലാതെയൊക്കെ എന്ത് ചെയ്യാം? കേസുകൾ ഏറ്റെടുക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാം. അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്താം. രേഖകൾ എവിടെ നിന്നും, കോടതിയിൽ നിന്നായാലും പോലീസ് സ്റ്റേഷനിൽ നിന്നായാലും സർക്കാർ ഓഫീസുകളിൽ നിന്നായാലും ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കൈപ്പറ്റാനുള്ള അധികാരം ഈ കമ്മീഷനുണ്ട്. ഓക്കെ, പക്ഷേ നടപടി സ്വീകരിക്കാൻ പറ്റില്ല, ഒരു ശിക്ഷ വിധിക്കാൻ ആർക്ക് പറ്റില്ല? ഇവർക്ക് പറ്റില്ല. ബാക്കി എല്ലാ അധികാരങ്ങളും ആർക്കുണ്ട്? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഓക്കെ, ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നു രംഗനാഥ മിശ്ര ആയിരുന്നു ആദ്യ ചെയർമാൻ. ആദ്യ മലയാളി ചെയർമാനായിരുന്നു KG ബാലകൃഷ്ണൻ. KG ബാലകൃഷ്ണനാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനായ ആദ്യ മലയാളി. നിലവിലെ ചെയർമാൻ ഓർത്തിരിക്കുക, അത് വി രാമസുബ്രഹ്മണ്യനാണ്. നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് വി രാമസുബ്രഹ്മണ്യനാണ്. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിതയാണ് ഫാത്തിമ ബീവി. മലയാളിയായിട്ടുള്ള ഫാത്തിമ ബീവിയാണ് ഈ കമ്മീഷനിൽ ആദ്യമായിട്ട് അംഗമായ വനിത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ഓക്കെ, ആദ്യ മലയാളി ചെയർമാൻ KG ബാലകൃഷ്ണനാണ്. നിലവിലുള്ളത് വി രാമസുബ്രഹ്മണ്യനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് മനുഷ്യാവകാശ കമ്മീഷനായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ എവിടെയുണ്ട്? സംസ്ഥാനത്തുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോയേക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്.
ഇല്ലേ? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അവിടെ 6 അംഗങ്ങളാണെങ്കിൽ സംസ്ഥാനത്ത് 3 അംഗങ്ങളേ ഉള്ളൂ. സംസ്ഥാനത്ത് എത്ര 3 അംഗങ്ങളേ ഉള്ളൂ? 3 അംഗങ്ങൾ. അതായത് ഒരു ചെയർമാൻ പ്ലസ് 2 കമ്മീഷണർമാർ, ഒരു ചെയർമാൻ പ്ലസ് 2 കമ്മീഷണർമാർ. ഓക്കെ, ഈ ചെയർമാൻ എപ്പോഴും എന്തായിരിക്കണം? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 അംഗങ്ങളെയും തിരഞ്ഞെടുക്കാൻ ഒരു സമിതി ഉണ്ട് ഇല്ലേ? നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെ സെയിം അതിൻ്റെ നേരെ സംസ്ഥാന വേഷൻ ഒരു സമിതി ഉണ്ട്. ആ സമിതി എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. ഇനി നിയമസഭാ കൗൺസിലുള്ള ചില സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്കറിയാലോ, 6 സംസ്ഥാനങ്ങളിൽ നിയമസഭ പോലെ തന്നെ നിയമസഭാ കൗൺസിലുണ്ട്. നിയമസഭാ കൗൺസിലുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ ആ നിയമസഭാ കൗൺസിലിൻ്റെ ചെയർപേഴ്സണും നിയമസഭാ കൗൺസിലിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ചെയർമാനും ഇതിനകത്ത് അംഗമായിരിക്കും. ഓർത്തിരിക്കുക, നോർമലി മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സ്പീക്കറും പ്രതിപക്ഷ നേതാവും നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളുകളാണ് ഈ സമിതിയിൽ ഉണ്ടാവുക. ഓക്കെ, ആ സമിതി തിരഞ്ഞെടുക്കുന്ന ആളുകളെ ആര് നിയമിക്കും? ഗവർണർ നിയമിക്കും. ആരാ നിയമിക്കുന്നത്? ഗവർണർ. പക്ഷേ നീക്കം ചെയ്യുന്നത്, പിരിച്ചുവിടുന്നത് ആരായിരിക്കും? പിരിച്ചുവിടുന്നത് പ്രസിഡന്റ് ആയിരിക്കും. നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആയിരിക്കും. ഓർത്തിരിക്കുക, പ്രസിഡന്റാണ് ഇവരെ ഒഴിവാക്കുക. പക്ഷേ രാജിക്കത്ത് കൊടുക്കേണ്ട ആർക്കാണ് കൊടുത്താൽ മതി? നിയമിക്കുന്ന ആൾക്കല്ലേ രാജിക്കത്ത് കൊടുക്കുക, അത് ഗവർണർക്ക് കൊടുക്കാം. കാലാവധി എത്ര തന്നെയാണ്? 3 വർഷം 70 വയസ്സ് തന്നെയാണ് കാലാവധി. 3 വർഷം 70. ഇവർ റിപ്പോർട്ട് കൊടുക്കേണ്ട ആർക്കാണ്? സംസ്ഥാന ഗവർണർക്കാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ഈ പറഞ്ഞിരിക്കുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഓക്കെ, ഇനി കേരളത്തിൽ ഇത് വന്നിരിക്കുന്നത് ഏത് വർഷമാണ്? കേരള മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് വന്നിരിക്കുന്നത് 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നിരിക്കുന്നത്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് പരീത് പിള്ളയാണ്. ജസ്റ്റിസ് പരീത് പിള്ളയാണ് ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിലത് അലക്സാണ്ടർ തോമസ് ആണ്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ശരിയായവ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് നിലവിൽ വന്നത്. അതെന്താണ്? ശരിയാണ്. ഓക്കെ, ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്രയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. 93 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നത്. അത് തെറ്റാണ്. നമുക്കറിയാലോ, ഒക്ടോബർ 12 നിലവിൽ വന്നത്. അപ്പം അത് തെറ്റാണ്. അപ്പം 3 ശരിയാന്ന് പറയുന്ന ഒക്കെ ഒഴിവായിക്കോ. 3 ശരിയാന്ന് പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. 2, 4, 2, 1, 2, 4 നമ്മൾ വായിച്ചിട്ടില്ല. അപ്പം തന്നെ അത് ശരിയാന്ന് മനസ്സിലായി. ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷവും അതുപോലെ തന്നെ 70 വയസ്സും. അപ്പം ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. സെറ്റല്ലേ? മനസ്സിലാവുന്നില്ലേ? കിട്ടുന്നില്ലേ? ഇത് നോക്കിക്കേ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായി വന്നിട്ടുള്ള വനിതകൾ ആരെല്ലാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വനിതകളായിട്ട് വന്നുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. 2025 ചോദിച്ചതാണ്. അപ്പോൾ വനിതകളായി വന്ന ആളുകളെ നമുക്കറിയാം. ഒന്ന് ആനി മസ്ക്രീൻ ആണ്. മലയാളി വനിതകളിൽ പെടുന്നത് ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരേ ഒരു മുസ്ലിം വനിത ഉണ്ടായിരുന്നുള്ളൂ. അത് ബീഗം ഐസാസ് റസൂലാണ് 3ാമത്തെ വനിത എന്ന് പറയുന്നത്. 4ാമത്തെ വനിത എന്ന് പറയുന്നത്. ദെൻ സരോജിനി നായിഡു ഇതിനകത്ത് അംഗമായിരുന്നു. അതുപോലെ തന്നെ സുജേത കൃപലാനി ഇതിനകത്തൊരു അംഗമായിരുന്നു. രാജ്കുമാരി അമൃത് കൗർ, ആദ്യ വനിതാ കേന്ദ്രമന്ത്രിയായിരുന്ന രാജ്കുമാരി അമൃത് കൗർ ഇതിനകത്ത് ഒരു വനിതാ അംഗമായിരുന്നു. ഇതിനകത്ത് അംഗമായിരുന്നു. അതുപോലെ തന്നെ ലീല റോയും രേണുക റോയും ഇതിനകത്ത് അംഗമാണ്. അതുപോലെ തന്നെ കമലാ ചൗധരിയും മാലതി ചൗധരിയും അംഗമാണ്. ഇതിനകത്ത് അംഗമാണ്. മാലതി ചൗധരിയും ഇതിനകത്ത് അംഗമായിരുന്നു. അതുപോലെ തന്നെ ഹൻസ ജീവാറായി
ജീവറായ് മേത്ത, അൻസ ജീവറായ് മേത്ത ഇതിനകത്ത് അംഗമായിരുന്നു. പൂർണിമ ബാനർജി, ആരാണ്? പൂർണിമ ബാനർജി ഇതിനകത്ത് അംഗമായിരുന്നു. ഇവരൊക്കെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന 15 വനിതകളായിരുന്നു. ഓക്കെ, അതിൽ ആരൊക്കെ ഉണ്ട്? അമ്മു സ്വാമിനാഥനുണ്ട്, ദാക്ഷായണി വേലായുധനുണ്ട്. ഈ ദാക്ഷായണി വേലായുധനാട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് SC ST വിഭാഗത്തിൽ നിന്നും പ്രീ ഡിഗ്രി പഴയ +2 പാസ്സായ ആദ്യ SC ST വനിത ഇന്ത്യയിൽ ആദ്യമായിട്ട്. ഓക്കെ, ദെൻ രാജ്കുമാരി അമൃത് കൗർ ഉണ്ടായിരുന്നു, സരോജിനി നായിഡു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. അപ്പോൾ റിട്ടിനെ കുറിച്ചാണ്. അപ്പോൾ റിട്ട് മൗലികാവകാശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ അതും ചോദിക്കും അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ആര് റിട്ട് പുറപ്പെടുവിക്കുക? സുപ്രീം കോടതി പുറപ്പെടുവിക്കുക. രണ്ടാൾക്ക് ഇവിടെ ഇന്ത്യയിൽ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ എന്ന് സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. റിട്ട് എന്നുള്ള ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിൽ 5 രീതിയിലുള്ള റിട്ടുകളാണ് പുറപ്പെടുവിക്കുക. ഒന്ന് ഹെബിയസ് കോർപ്പസ്, ദെൻ മാൻഡമസ്, കോ വാറന്റോ, സെർഷററി ആൻഡ് പ്രൊഹിബിഷൻ. ഏതാണ് അഞ്ചാമത്തത്? പ്രൊഹിബിഷൻ. ഇങ്ങനെ 5 റിട്ടുകളാണ് ഇന്ത്യയിൽ പുറപ്പെടുവിക്കാൻ സാധിക്കുക. 5 റിട്ടുകൾ. അതിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ മതി. ലാറ്റിൻ പദമാണ്, അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാപ്പാടൊന്നും പഠിക്കണ്ട. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. ശരീരം ഹാജരാക്കുക. ആരുടെ ശരീരമാണ് ഹാജരാക്കേണ്ടത്? അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അന്യായമായി ആരെങ്കിലും തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ മോചിപ്പിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ എന്താ പറയുക? ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയാം. മനസ്സിലായോ? അതുകൊണ്ട് ഇതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നുണ്ട്. ഈ ഒരു റിട്ട് എന്ത് പറയുന്നുണ്ട്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്, ഒന്നാമത്തെ റിട്ട്. രണ്ടാമത്തെ റിട്ടാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ അർത്ഥം നാം കൽപ്പിക്കുന്നു. എന്തർത്ഥം? നാം കൽപ്പിക്കുന്നു. എന്തിന് കൽപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായി. എന്തിനാ കൽപ്പിക്കുന്നത്? ജോലി ചെയ്യാൻ. എന്തിന് കൽപ്പിക്കുകയാണ് കോടതി? ജോലി ചെയ്യാൻ. അതായത് ഒരു വ്യക്തി അയാളുടെ കർത്തവ്യം, അയാളുടെ ജോലി, അയാളുടെ ഉദ്യോഗം നിർവഹിക്കാതിരിക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം, ഒരു വ്യക്തിയോ സ്ഥാപനമോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? മാൻഡമസ് എന്ന് പറയുക. ദെൻ അടുത്ത റിട്ടാണ് ഏത്? കോ വാറന്റോ. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരം എന്നർത്ഥം. എന്ത് അധികാരം എന്നാണ് അർത്ഥം. എന്ത് അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ജോലി ചെയ്യാത്തത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ കോ വാറന്റോ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ജോലി ചെയ്യാണ്. ഒരാൾ അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം ചെയ്യാണ് അല്ലേ. അപ്പോൾ ആ അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്ന ആളോട് അത് ചെയ്യാൻ നിനക്കെന്താണ് അധികാരം എന്ന് ആര് ചോദിക്കുകയാണ്? കോടതി ചോദിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. എന്ത് അധികാരം? അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുന്ന റിട്ടാണ് കോ വാറന്റോ. ദെൻ പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ ഉണ്ട്. പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുക. ആരെ തടയുന്നു? കീഴ്ക്കോടതിയെ തടയുന്നു. എന്തിനു തടയുന്നു? അധികാര പരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്ന കീഴ്ക്കോടതിയെ മേൽക്കോടതി തടയുന്ന റിട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊഹിബിഷൻ എന്ന് പറയുക. പ്രൊഹിബിറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ ആ അധികാര പരിധി ലംഘിച്ച് പ്രവർത്തിച്ച കോടതിയിൽ നിന്നുള്ള കേസുകളില്ലേ, കേസ്. അപ്പോൾ കോടതിയിലുള്ളൊരു കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ, കീഴ്ക്കോടതിയിലെ കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? സെർഷററി. കീഴ്ക്കോടതിയിലുള്ളൊരു കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്താണ്? അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അവിടെ ആൻസർ A ആണ്. അന്യായമായി തടവിൽ വെച്ച ഒരാളെ മോചിപ്പിക്കാൻ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ്. ഇതിനടുത്ത് നോക്കി, ചുവടെ തന്നിരിക്കുന്നതിൽ ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മൗലിക കർത്തവ്യങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം. 11 ദേശീയ പതാകയും ദേശീയഗാനത്തെ ആദരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ശരിയാണ്. ഓക്കെ, പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. വേണ്ടേ? ഐക്യമൊക്കെ ഉയർത്തിപ്പിടിക്കണം. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അല്ലേ. ഓരോ വ്യക്തികളും അവരുടെ ശാസ്ത്ര മനോഭാവം, അന്വേഷണത്തിനുള്ള മനോഭാവമൊക്കെ ഉയർത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ശരിയാണ്. ഇവയെല്ലാമാണ് ആൻസർ വരിക. എല്ലാം ശരിയല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ. എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വിവരാവകാശ നിയമം 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലയിൽ ഒന്നാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയല്ലേ? ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലേ? ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ വിരമിക്കൽ പ്രായം 70 നമ്മൾ പറഞ്ഞത് ആർക്ക് മാത്രമാണ്? അത് മനുഷ്യാവകാശ കമ്മീഷനല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് ചോദിച്ചിരിക്കുന്ന വിവരാവകാശ കമ്മീഷനാണ്. അപ്പം 3 എന്താണ്? തെറ്റാണ്. 3 തെറ്റാണ്. 1, 2 മാത്രമാണ് ശരി.
ക്ലിയർ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ. ദെൻ അടുത്ത നോക്കിക്കേ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ ചേർത്തിരിക്കുന്നു. അപ്പം എല്ലാ അവകാശങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കോളം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സാധാരണഗതിയിൽ ഇങ്ങനെ വരയ്ക്കുക ചെയ്യുക. ആ വരയ്ക്കുന്നതിന് പകരം ആ കോളത്തിൽ തന്നെ എഴുതുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് 19 മുതൽ 22 വരെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ 1D ആണ്, ഇവിടെ D എഴുതി വെക്കുക. സമത്വത്തിനുള്ള അവകാശം പറയുന്നത് 14 മുതൽ 18 വരെയാണ്. അപ്പോൾ 2C ആണ്. 1D 2C. അപ്പോൾ 2 1D 2C വരുന്നത്. ദെൻ മൂന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് മതസ്വാതന്ത്ര്യമാണ്. അത് 25 മുതൽ 28 വരെയാണ്. അത് A ആണ്. എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ളത്? അപ്പം A ഉള്ളത് ഇവിടെയാണ്. അപ്പം നാലാമത്തെ നോക്കണ്ട, അപ്പം തന്നെ ആൻസർ കിട്ടി. A ആണ് ആൻസർ. ചൂഷണത്തിൻ്റെ എന്തായാലും ഏതായിരിക്കും? B ആയിരിക്കും. 23, 24. അപ്പം A ആണ് ഇവിടെ ആൻസർ. ഓർക്കുക. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യം സമത്വം എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയും, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയും, ചൂഷണങ്ങൾക്കെതിരായ അവകാശം 23ഉം 24ഉം, മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയും, വിദ്യാഭ്യാസപരവും സാംസ്കാരികപരമായിട്ടുള്ള അവകാശം 29ഉം 30ഉം, ഭരണഘടനാ പ്രതിവിധിക്കായിട്ടുള്ള അവകാശം 32 ആർട്ടിക്കിൾ. ഓക്കെ, ഈ ഒരു ഓർഡറും നിങ്ങൾ ഓർത്തിരിക്കുക. 6 അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിക്കിൾസ്. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തൊന്ന് നോക്കിക്കേ. അടുത്ത എന്താ മനസ്സിലാവുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ, ഇനി നമുക്ക് ഒരു കുഴപ്പമില്ല, ആരാണ്? അത് രംഗനാഥ മിശ്രയാണ്. ഈ 3 പേര് എന്തായിട്ടുണ്ട്? മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള രണ്ടാമത്തെ ആളായിരുന്നു വെങ്കിട്ടച്ചല്ലയ്യ. മലയാളിയാണ് KG ബാലകൃഷ്ണൻ. ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത് നോക്കിയേ. ഒരൊറ്റ പേജിൽ തന്നെ വന്നിരിക്കുന്ന 5 ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിയേ, 5 ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നതാണ് പ്രിലിംസിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് എടുത്തിരിക്കുന്നത്? എവിടെ നിന്നാണ് മൗലിക കടമകൾ എടുത്തിരിക്കുന്നത്? ഈ USSR അല്ലേ, സോവിയറ്റ് യൂണിയൻ എന്നാണ്. C ആണ് ഇവിടെ ആൻസർ. ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അങ്ങനെ വിശേഷിപ്പിച്ച ആളാണ് BR അംബേദ്കർ ആണ് ഹൃദയവും ആത്മാവും എന്ന് എന്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 32നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 31 നിലവിലില്ല അല്ലേ, ഒഴിവാക്കി. അതെന്തായിരുന്നു? സ്വത്തവകാശമായിരുന്നു, ഒഴിവാക്കി. 21A നമ്മൾ പറഞ്ഞു 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം. 33 നമുക്ക് ഇപ്പം സിലബസിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ചോദിച്ചിട്ടില്ല. അത് എന്താണ്? പട്ടാള ഭരണവുമായി ബന്ധപ്പെട്ട സൈനിക മേഖലയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. സൈനിക മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 33. അത് അവിടെ നിൽക്കട്ടെ. അപ്പം A ആണ് ഇവിടെ ആൻസർ. ദെൻ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൃഗങ്ങൾ. ദേശീയ മുദ്രയിൽ ഏതൊക്കെ മൃഗങ്ങളാ? ഏതൊക്കെയാ മുദ്രയിൽ? സിംഹമുണ്ട്. സിംഹം, കുതിര, സിംഹം, കുതിര, കടുവണ്ടോ? കടുവള്ളതൊക്കെ തെറ്റാ. അപ്പം സിംഹം, ആന, കുതിര, കാള, ഇതാണ് ശരി. D ആണ് ശരി. പശു ഒന്നുമില്ല. ഓക്കെ, then കൂട്ടത്തിൽ പെടാത്ത കണ്ടോ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇപ്പം മൗലിക അവകാശങ്ങളിൽ ഇല്ലാത്ത ഏതാ? C-ലുള്ള സ്വത്തവകാശം ഉണ്ടോ? ഇല്ല, അതാണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ ഇതാണ് തെറ്റ്. ഓക്കെ, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിച്ച വർഷം, വീണ്ടും സെയിം പതാകയെ അംഗീകരിച്ച വർഷം 47 ജൂലൈ 22. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നതാണ്. then അതുപോലെ തന്നെ ഒരേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന സാധനമാണ് ദേശീയ ഗാനമായ ജനഗണമനയെ ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ഏതാ? ബംഗാളി ഭാഷ. ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്? നമ്മൾ പഠിച്ചല്ലേ, ആനന്ദമഠം. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ അവിടെ തെറ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ്? ഭരണഘടനയാണ്. ശരിയാണ്, ഭരണഘടനയാണ് സംരക്ഷിക്കുന്നത്. ഭരണഘടന അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് സുപ്രീം കോടതി സംരക്ഷകൻ എന്ന് അറിയപ്പെടാറുണ്ട്. ഓക്കെ, മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഭരണഘടനയുടെ ഭേദഗതിയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. ശരിയാണ്. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? പ്രവർത്തിക്കാൻ പാടില്ല. അതും വളരെ വളരെ ശരിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ന്യായവാദാർഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പം നമുക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിച്ചൂടെ? അപ്പോൾ കോടതി റിട്ട് പുറപ്പെടുവിക്കൂലേ? അപ്പം അല്ല എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്. മൗലികാവകാശങ്ങൾ എന്താണ്? ന്യായവാദ അർഹമാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നാലാമത്തെയാണ് തെറ്റിതിൽ പെടാത്തത്. ഓക്കെ, ദെൻ വിവരാവകാശ നിയമം നിലയിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചാണ്. 2005 വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ?
അതും ഒറ്റ പേജിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടോ, ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഞാൻ കാണിച്ചിരിക്കുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി പറഞ്ഞേ, ഏതാ കിട്ടുന്നില്ലേ? ഏതാ? 42. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ, വീണ്ടും സെയിം സാധനം, ആരാ? രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ചെയ്ത ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് രൂപകൽപ്പന, വീണ്ടും പതാക എന്താണ്? ജൂലൈ 22. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. ദേശീയ ചിഹ്നത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന വാക്യം, ദേശീയ ചിഹ്നം ഏതാണ്? സത്യമേവ ജയതേ. മുണ്ടകോപനിഷത്ത് നിന്ന് എടുത്തിരിക്കുന്ന ദേവനാഗരി ലിപിയിൽ എഴുതിയിരിക്കുന്ന സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. അപ്പൊ ദേശീയ മൃഗം ഏതാണ്? ദേശീയ മൃഗം കടുവയാണ് അല്ലേ? കടുവ ആണ് 1972 മുതൽ. കടുവയാണ് 1972 മുതൽ നമ്മുടെ ദേശീയ മൃഗം. അതിന് മുമ്പ് സിംഹമായിരുന്നു. ദേശീയ പക്ഷി ഏതാണ്? മയിലാണ്. ദേശീയ പക്ഷി എന്ന് പറയുന്നത് മയിലാണ്. ദേശീയ പുഷ്പം എന്ന് പറയുന്നത് താമരയാണ്. ഓർത്തിരിക്കണം, താമരയാണ്. ഓക്കെ. അതുപോലെ തന്നെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് പേരാലാണ്. അതുപോലെ തന്നെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ് ദേശീയ കായിക വിനോദം. നമുക്ക് ദേശീയ ഭാഷയില്ല, ഔദ്യോഗിക ഭാഷയുള്ളൂ. ഔദ്യോഗിക ഭാഷയാണ് ഏത്? ഹിന്ദി എന്ന് പറയുന്നത്. ദേശീയ ഭാഷയല്ല, ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേശീയ നദിയാണ് ഏത്? ഗംഗ. ദേശീയ നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. 2008 നവംബർ 4 മുതലാണ് എന്തായത്? ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ചത്. ഓക്കെ. 2009 മുതൽ ഗംഗാ ഡോൾഫിൻ എന്താണ്? ഗംഗാ ഡോൾഫിൻ നമ്മുടെ ദേശീയ ജലജീവിയാണ് നമ്മുടെ ഗംഗാ ഡോൾഫിൻ. ഓക്കെ. 2009 മുതലാണ് ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിൻ. 2010 മുതൽ ആനയാണ് പൈതൃക മൃഗം. 2010 മുതൽ ആനയാണ് പൈതൃക മൃഗം. ഓർത്തിരിക്കുക, 2010 മുതൽ ആനയാണ് പൈതൃക മൃഗം. ദെൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വെച്ചാൽ കടമയെക്കുറിച്ച് പറയുന്ന ഭാഗം 4A. ഓർമ്മയില്ലേ? 4A. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 32 ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. ഹൈക്കോടതിക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് 226 ആണ്. ഓർത്തിരിക്കുക. ഓക്കെ, 226 ആർട്ടിക്കിൾ. ഇതൊക്കെ മനസ്സിലാവുന്നത് വീണ്ടും റിപ്പീറ്റഡ് ആണ്. ഇതാണ് പ്രിലിംസിന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരേ ചോദ്യം പല രീതിയിൽ പല തവണയായിട്ട് ചോദിക്കും. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ ഒരു സംശയം വേണ്ട, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷൻ. ഭരണഘടനയെ അഭിസംബോധന ചെയ്ത ആദ്യ വ്യക്തിയാണ് JB കൃപലാനിയാണ് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ആമുഖം തയ്യാറാക്കിയ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അതുകൊണ്ട് ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായത്. ആ ആമുഖത്തിന്റെ ശില്പമായിട്ട് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓർത്തിരിക്കുക. ഭരണഘടനയുടെ ലീഗൽ അഡ്വൈസർ, നിയമ ഉപദേഷ്ടാവായിരുന്നു BN റാവു. ഓർത്തിരിക്കുക, BN റാവു ആയിരുന്നു നിയമ ഉപദേഷ്ടാവ്. ഓക്കെ. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് കവർ പേജ് തയ്യാറാക്കിയത്. സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദയുമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പം മിനിമം ഒരുവിധം എല്ലാ ഭാഗങ്ങളും കൂടി ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു റിവിഷൻ സെഷൻ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് ഒന്ന് നോക്കി വെക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. 10 ചോദിക്കട്ടെ. അപ്പം നമുക്കറിയാം പ്രിലിംസ് എക്സാമാണ്. കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഒരു വലിയൊരു എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രിലിംസ് എക്സാമാണ്, ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് മാസങ്ങളോളം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്ന ഒരു എക്സാമാണ്. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയതുകൊണ്ട് എന്താണ് പ്രിലിംസ് നിങ്ങൾ കവർ ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു സംശയം എനിക്കില്ല. 10 മാർക്കാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം പ്രിലിംസ് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് ഉദ്ദേശം എന്താണ്? ജോലിയിലേക്ക് എത്തുക, അല്ലേ? ആ ടാഗ് പണിഞ്ഞ് നാട്ടിലൂടെ നടക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പരമോദ്ദേശം എന്ന് പറയുന്നത്. അതിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതിനുള്ള കാലിബറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പം കൃത്യമായ പഠനമാണ് നമ്മുടെ മുന്നോട്ട് വെക്കേണ്ട രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പഠിച്ചു പോവുക. ഏറ്റവും കൂടുതൽ തവണ റിവിഷൻ ചെയ്യുക. അപ്പോൾ റിവിഷൻ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിന്ന് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് തന്നെ അറിയാം, ഒരു മുന്നേ പഠിച്ചൊരു കാര്യം പിറ്റേന്നാകുമ്പോഴേക്കും എന്തായി പോകുന്നുണ്ട്? മറന്നു പോകുന്നുണ്ട്. അപ്പം മറികടക്കാൻ ഒരൊറ്റ വഴിയുള്ള റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്ത് ചെയ്യാണ്? ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ വീണ്ടും കേൾക്കുക, എഴുതി
എഴുതി പഠിക്കുക. അപ്പോൾ അത് മാത്രമേ ഇതിനുള്ള വേറെ വഴിയൊന്നുമില്ല, കുറുക്ക് വഴിയൊന്നുമില്ല. അപ്പം നല്ല രീതിയിൽ പഠിച്ചിട്ട് നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഭാഗമായിട്ട് നമ്മുടെ സൈലത്തിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട്. അപ്പം എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ ആ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.